വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ 6ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ടൈനി ചേമ്പേഴ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് കേട്ടോ, ജീവന്റെ കുഞ്ഞറകൾ. അപ്പം നമ്മൾ അതിന്റെ ഒരു പാർട്ട് ഇട്ടതാണ്. ഇതിനകത്തിൽ ഫുൾ നോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആക്ടിവിറ്റി വരെ ഉൾപ്പെടെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസറുകളും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം ഒന്ന് ചുരുക്കി പറയാം കുഞ്ഞുങ്ങളെ. ടൈനി ചേമ്പേഴ്സ് ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ ജീവന്റെ കുഞ്ഞറകൾ, അതായത് നമ്മൾ സെല്ലിനെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് കൂടുതലായിട്ടും പഠിക്കുന്നത് കേട്ടോ. സെല്ലെന്ന് വെച്ചാൽ എന്താ? കോശത്തെക്കുറിച്ച്. നമ്മൾ ഒന്നാമത്തെ പാർട്ടിനകത്തിൽ സെല്ല് ആരാണ് കണ്ടുപിടിച്ചത്, ഈ സെല്ല് എങ്ങനെയാണ്, ആരാണ് കണ്ടുപിടിച്ചത്, ഇത് എങ്ങനെയാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് അല്ലേ? റോബർട്ട് ഹൂക്ക് എന്ന് പറയുന്ന ഒരാളാണ് കേട്ടോ. റോബർട്ട് ഹൂക്ക് എന്ന് പറയുന്ന ഒരാളാണ് കുഞ്ഞുങ്ങളെ ഇത് കണ്ടുപിടിച്ചത്. അപ്പം അതിനെക്കുറിച്ച് പിന്നെ അടുത്ത ആൾ വന്നു. ഇദ്ദേഹം കണ്ടുപിടിച്ചത് ഒരു കോർക്ക്, നമ്മുടെ ഓക്ക് ട്രീ ഉണ്ടല്ലോ, ഓക്ക് ട്രീയുടെ മരത്തിൻ്റെ ഒരു അതിൻ്റെ ഏറ്റവും പുറമേ ഉള്ള ഒരു പാളി എടുത്തിട്ട് അതിനകത്ത് ആണ് ഈ കോശങ്ങൾ അല്ലെങ്കിൽ സെല്ലുണ്ടെന്ന് കണ്ടുപിടിച്ചത്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ വന്ന് പറഞ്ഞു ഇത് സസ്യങ്ങളിലും കോശങ്ങളുണ്ട്. വേറൊരാൾ വന്ന് പറഞ്ഞു സസ്യങ്ങളിൽ മാത്രമല്ല ജന്തുക്കളിലും, മീൻസ് പ്ലാന്റ്സിൽ മാത്രമല്ല ആനിമൽസിലും കോശങ്ങളുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഈ സെല്ലിനെ കുറിച്ച് അല്ലെ കോശത്തെക്കുറിച്ച് ഘട്ടം ഘട്ടമായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് അത് പരിശോധിച്ച് നോക്കിയപ്പോൾ എന്ന് വെച്ചാൽ സ്റ്റഗ്നന്റ് വാട്ടർ, ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് എടുത്തപ്പോൾ അതിനകത്ത് നിന്നാണ് ജീവനുള്ളവയിലും കോശങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചു. പിന്നെ ഈ സസ്യങ്ങളിലും കോശങ്ങളുണ്ട്, ജന്തുക്കളിലും അല്ലെങ്കിൽ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിൽ സെല്ലുണ്ടെന്ന് കണ്ടുപിടിച്ച് അവർ രണ്ടുപേരും കൂടി ഒരു സെൽ തീറ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വീണ്ടും അതിനെ പുനരാവിഷ്കരിച്ചുകൊണ്ട് വേറൊരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ കൂടുതലായിട്ടും പറഞ്ഞത്. നമ്മൾ പഠിക്കുന്ന സെല്ലിനെ കുറിച്ചായിട്ട് അതിൻ്റെ ഒരു ബേസ് ആണ് കുഞ്ഞുങ്ങളെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഞാൻ കൂടുതലായിട്ടും പറഞ്ഞു കേട്ടോ. അതൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. അതൊന്നും അറിഞ്ഞിരിക്കണേ. നമ്മുടെ ടെസ്റ്റിലെ ഒന്നാമത്തെ പേജിൽ ഞാൻ എല്ലാം ചുരുക്കിയാണ് കുഞ്ഞുങ്ങളെ പറഞ്ഞത്, കാരണം നമുക്ക് നോട്ട് പഠിക്കണ്ടേ. അതുകൊണ്ട് ഒന്നാമത്തെ പേജിൽ നോക്കും കുഞ്ഞുങ്ങളെ. കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു വീട് പണിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ കളിപ്പാട്ടങ്ങൾ, കളിവീട് ഉണ്ടാക്കി കളിക്കാൻ വേണ്ടി നമുക്കെല്ലാം ഇഷ്ടമാണ് അല്ലേ. അവർ കളിവീട് ഉണ്ടാക്കാൻ കളിപ്പാട്ട സാധനങ്ങൾ വെച്ചാണ് അവർ കളിവീടുകൾ ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മളൊരു വീട് പണിയാനെങ്കിൽ ഇതുപോലെ പറ്റുമോ? ഇല്ല. നമ്മൾ അവൻ്റെ സിമെന്റും മണലും അല്ലേ കട്ടയൊക്കെ വെച്ച് കട്ട വെച്ച് മതിൽ പണിയുന്നതൊക്കെ കണ്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ചോദ്യം ഉണ്ട്, അതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല, എന്നാലും ആ ഫസ്റ്റ് പേജിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് പറഞ്ഞതാ കേട്ടോ. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസറുകളെ അതേ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആൻസർ നോക്കൂ നിങ്ങളെ. നമ്മൾ ഒന്നാമത് എഴുതിയത് റോബർട്ട് ഹൂക്ക് അല്ലേ. ദ സെല്ല് വാസ് ഡിസ്കവേർഡ് ബൈ റോബർട്ട് ഹൂക്ക് ഇൻ 1665. ഹി ഒബ്സർവ്ഡ് എ സ്മാൾ പോർഷൻ ഓഫ് എ കോർക്ക് ടേക്കൺ ഫ്രം ആൻ ഓക്ക് ട്രീ ത്രൂ എ മൈക്രോസ്കോപ്പ് ഡിസൈൻഡ് ബൈ ഹിം. ഹി ഫൗണ്ടഡ് ദ ന്യൂമറസ് ഏരിയാസ് ലൈക്ക് ടൈനി ചേമ്പേഴ്സ്. ഹി കാൾഡ് ഇറ്റ് സെല്ല. The Latin word cella means a small room. Now we call it cell. മനസ്സിലായോ? എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്തോ കുഞ്ഞുങ്ങളെ, അതായത് നമുക്ക് അതിൻ്റെ മലയാളം റോബർട്ട് 1665 റോബർട്ട് ഹൂക്ക് ആണ് കോശം ആദ്യമായിട്ട് കണ്ടെത്തിയത്. ഓക്ക് മരത്തിൽ നിന്നും എടുത്ത ഒരു കോർക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ ഈ പുറമേ ഉള്ള ഒരു പാളിയാ കുഞ്ഞുങ്ങളെ കേട്ടോ. ആ കോർക്കിൻ്റെ ഒരു ചെറിയ ഭാഗം അദ്ദേഹം സ്വയം നിർമ്മിച്ച മൈക്രോസ്കോപ്പിലൂടെ, അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ മൈക്രോസ്കോപ്പിലൂടെ അദ്ദേഹം നിരീക്ഷിച്ചു. അതിൽ ചെറിയ അറകൾ പോലെയുള്ള ധാരാളം ഭാഗങ്ങൾ അദ്ദേഹം അതിനകത്തിൽ കണ്ടു. അദ്ദേഹം അതിനെ സെല്ല എന്ന് വിളിച്ചു. സെല്ല എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മുറി എന്നാവും നിങ്ങൾ കേട്ടോ, സ്മാൾ റൂം എന്നാണ്. പിന്നെയോ ഇന്ന് നമ്മൾ അതിനെ കോശം എന്ന് വിളിക്കുന്നു. ഫസ്റ്റ് അത് ഒരു ബേസ്, ആരാണ് കണ്ടുപിടിച്ചത്, എന്തിൽ നിന്നാണെന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ കിടപ്പുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ, ബോക്സിനകത്തിൽ കിടപ്പുണ്ട്. അതാണ് ഒന്നാമത്തത്. ഇനി നമ്മൾ ഈ സെല്ല് എന്നാൽ എന്താണ്, നമുക്ക് ആദ്യമേ നമുക്ക് ഇതായിട്ട് തന്നെ അങ്ങ് പോകാം. കുഞ്ഞുങ്ങളെ ഈ സെല്ലെന്ന് വെച്ചാൽ കോശങ്ങൾ എന്നാൽ എന്താണ്? അവർ ബോഡി ഈസ് ബിൽഡ് അപ്പ് ഓഫ് ബേസിക് യൂണിറ്റ് ഈസ് കാൾഡ് സെല്ല്. ദേ ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് തിങ്സ്. നമ്മുടെ ആ എക്സസൈസിനകത്തിലൊക്കെ ഈ ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. ദേ ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് തിങ്സ്. ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകമാണ് കുഞ്ഞുങ്ങളെ കോശം എന്ന് പറയുന്നത് കേട്ടോ. അത് നമ്മുടെ എക്സസൈസിലെ ഒരു ചോദ്യമാട്ടോ. ദ ഹ്യൂമൻ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മില്യൺസ് ഓഫ് സെല്ല് കേട്ടോ. ദ ഹ്യൂമൻ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മില്യൺസ് ഓഫ് സെല്ല്. നമ്മുടെ മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ്. There are many small and large organisms around us. Their body are also made up of a cell കേട്ടോ.
ഇംഗ്ലീഷ് മീഡിയക്കാരോ അതൊന്നും അറിയണേ, മലയാളം മീഡിയക്കാരോ. ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കോശങ്ങളാണ് കുഞ്ഞുങ്ങളെ. ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കോശമാണ്. മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ് കേട്ടോ. അത് ചെറുതും വലുതുമായ അനേകം ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ. ഏതൊക്കെ തരത്തിലുള്ള ജീവികളാണ് നമുക്ക് ചുറ്റുമുള്ളത്? അവയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ് കേട്ടോ. ഓക്കെ ആണോ? അത്രയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ടെസ്റ്റിലെ അനുസരിച്ച് പോവുകയാണ്. പിന്നെ അതാണ്ട് ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ബ്ലോക്ക് ബിൽഡ് ഹൗസ്, ദ ഡിഫറെൻ്റ് കളർ ബ്ലോക്ക്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അന്ന് പറഞ്ഞതാ. അതേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇതിനകത്തിൽ നമ്മൾ മെയിൻ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. കാരണം നമ്മുടെ കോശങ്ങൾ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ ശരീരത്തിലെ അല്ലെ ഒന്നിൻ്റെയും കോശങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾ നേരത്തെ സ്റ്റൊമാറ്റ എടുത്ത് നിങ്ങൾ പരിശോധന ഈ സ്റ്റൊമാറ്റയുടെ ഈ പടം കൊടുത്തേക്കുന്നത് കേട്ടോ. കണ്ടോ, ഈ സ്റ്റൊമാറ്റയുടെ പടം നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? ഇത് ഏത് ഉപകരണം ഉപയോഗിച്ചാണ് നിങ്ങൾ ഇത് ചെക്ക് ചെയ്തത്? ഇതിനകത്തിൽ എന്തൊക്കെയുണ്ടെന്ന് ഏത് ഉപകരണം ഉപയോഗിച്ചാണ് നിങ്ങളെ ചെക്ക് ചെയ്തത്? എന്തുകൊണ്ടാണ് അത്ര ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നത് എന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് നിങ്ങളെ ഇത് നമുക്ക് കണ്ണുകൊണ്ട് നമുക്ക് നോക്കിയാൽ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല കേട്ടോ. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? സെൽ ആർ വെരി ടൈനി. നമ്മൾ സെല്ലിൻ്റെ നോക്കാനാണെങ്കിൽ സെല്ലെന്ന് വെച്ചാൽ വളരെ ചെറുതാണ്, അതിസൂക്ഷ്മങ്ങളാണ് അല്ലേ. നമുക്ക് വല്ല ഹാൻഡ് ലെൻസ് വല്ലോ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തിനെ കാണാൻ പറ്റത്തുള്ളൂ? സെല്ലിനെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ എല്ലാം ഓടിച്ചിട്ട് അങ്ങ് പറയുകയാണ്. നിങ്ങൾ അപ്പം ഓരോന്ന് മനസ്സിലാക്കി പോവുക. നമുക്ക് നിരീക്ഷിക്കാൻ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് സെല്ലിനെ കാണാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളെ. അപ്പം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ, അതായത് വി യൂസ് എ മൈക്രോസ്കോപ്പ് ടു ഒബ്സർവ് തിങ്സ് ദാറ്റ് കാനോട്ട് ബി സീൻ ബൈ നേക്കഡ് ഐസ്. നമ്മൾക്ക് നേരിട്ട് സ്ട്രൈറ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു വസ്തുവിനെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വെച്ചായിരിക്കും നോക്കുന്നത്? മൈക്രോസ്കോപ്പ് വെച്ചാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒന്നാമത്തെ പാർട്ടി പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കയറി കണ്ടിട്ട് വരണേ നിങ്ങൾ കേട്ടോ. അത് കണ്ടിട്ട് ഈ രണ്ടാമത്തെ പാർട്ട് കാണാം. അപ്പം നിങ്ങൾക്ക് എളുപ്പം സംഭവം എല്ലാം മനസ്സിലാക്കും. മൈക്രോസ്കോപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ അതിനകത്തിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഈ മൈക്രോസ്കോപ്പ് ഞാൻ അതിനകത്ത് നല്ലപോലെ ഓരോന്നിനെ കുറിച്ചും പറയുന്നുണ്ട്. മൈക്രോസ്കോപ്പിൻ്റെ പടം തന്നിട്ട് അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കും കേട്ടോ. ഒരു കുട്ടിയുടെ ബുക്കാണ്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മുടെ നോട്ടിനകത്തിലുണ്ട്. ഓക്കെ, ഇനി തന്നിരിക്കുന്നത് ഈ ഒരു പടം, അതായത് ഇതിൻ്റെ എക്സ്പെരിമെൻ്റ് എഴുതാൻ നിങ്ങളോട് ചോദിക്കും. നമുക്കത് നോട്ട് ഇനി അങ്ങോട്ട് പറയുമ്പോൾ പറയാം. നമ്മൾ സെൽ എന്നാൽ എന്തെന്ന് പഠിച്ചു. ഇനി അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ, ഇപ്പോൾ സെല്ലെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഇത് ഒരു കോശം മാത്രമുള്ള ജീവികളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ സെല്ലെന്നാൽ എന്തെന്നല്ലേ പഠിച്ചത്. ഈ സെല്ലിനകത്തിൽ ഒരു കോശം മാത്രമുള്ള ജീവികളുണ്ട്, ഒന്നിൽ കൂടുതൽ കോശങ്ങളുള്ള ജീവികളുണ്ട് കേട്ടോ. ആ എക്സ്പെരിമെൻ്റ് ഞാൻ ഇപ്പം തരാം അതിന് കേട്ടോ. ഇപ്പം ഞാൻ ഈ നോട്ടിലുണ്ട് കുഞ്ഞുങ്ങളെ. ഇതൊക്കെ എക്സ്പെരിമെൻറ്റിൽ വരുന്നതാണ് കേട്ടോ. നമ്മൾ റോബർട്ട് ഹൂക്കിനെ കുറിച്ച് ആദ്യമേ തന്നെ അതാണ് പറഞ്ഞത്. പിന്നെ ഇതുമുണ്ട്, എക്സ്പെരിമെൻറ്റിലുണ്ട്. അതായത് ഒരു കോശം മാത്രമുള്ള ജീവിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ്ട് ഇതാണ് ഒരു കോശം മാത്രമുള്ള ജീവികൾ. പാരാമീസിയം കേട്ടോ, യൂഗ്ലീന, അമീബ എന്നിവയാണ്. പേര് പറയാനൊന്ന് പഠിക്കണേ കുഞ്ഞുങ്ങളെ. പാരാമീസിയം, യൂഗ്ലീന, അമീബ കേട്ടോ. നമ്മുടെ നോട്ടിലുണ്ട്. ഇതെല്ലാം യൂണിസെല്ലുലാർ ആണ്, എന്ന് വെച്ചാൽ ഒരു കോശം മാത്രമുള്ള ജീവിയാണ് ഈ മൂന്നെണ്ണം കേട്ടോ. ബാക്ടീരിയ ഉണ്ട് കേട്ടോ, ഒന്ന് പഠിച്ചു വെച്ചേക്കണേ, ബാക്ടീരിയ. ഇനി അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് വെച്ചാൽ എന്താ? ഒന്നിൽ കൂടുതൽ, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, നമ്മളെല്ലാം ഒരു സെല്ലേ ഉള്ളോ? നമുക്കല്ല, ഒന്നിൽ കൂടുതൽ സെല്ലുള്ളതാണ്. ഏതാ? ടേപ്പ് വോം എന്ന് വെച്ചാൽ എന്താ? TAPEWORM കേട്ടോ. എന്ന് വെച്ചാൽ വിരയുണ്ടല്ലോ നമ്മുടെ ഇതൊക്കെ വിര നമ്മൾ പറയത്തില്ലേ, അത് നാട വിരയെന്ന് അതിന് പറയുന്നത് കേട്ടോ. അതുപോലെ ലീച്ച് എന്ന് വെച്ചാൽ കുളയട്ട. പിന്നെ കോക്രോച്ച്, പാറ്റ. പിന്നെ ഇവിടെ സ്റ്റാർ ഫിഷ്, നക്ഷത്ര മത്സ്യം, നമ്മുടെ സാധാ ഫിഷ് മത്സ്യം അല്ലേ, ഫ്രോഗ് തവള. പിന്നെ ഈഗിള് എന്താ? പരുന്ത്. ഗാർഡിയൻ ലിസാർഡ് പല്ലി അല്ലേ, ലിസാർഡ് പല്ലി. ഗാർഡൻ ലിസാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓന്തിന് പറയുന്നത് കേട്ടോ, ഓന്ത് കേട്ടോ. അടുത്ത എലിഫന്റ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ് ഇതിന്, മൾട്ടി സെല്ലുലാർ. അപ്പം നമുക്ക് അത്രയും ഇത് നോക്കിയിട്ട് അങ്ങ് പറയാം. ഏകകോശ ജീവികൾ എന്നാൽ എന്താണ്? നോക്കൂ കുഞ്ഞുങ്ങളെ, ഏകകോശ ജീവികൾ എന്നാൽ എന്താണ്? നല്ലപോലെ ഒന്ന് ഇനി മുതലുള്ളതൊക്കെ നോക്കണേ. നമ്മൾ സെല്ലെന്നാൽ എന്ത്? സെല്ല് കണ്ടുപിടിച്ചതാരാണ് കേട്ടോ. ഏകകോശം, ഒരു കോശം മാത്രമുള്ളത് യൂണിസെല്ലുലാർ ഓർഗാനിസം ആർ ഓർഗാനിസം ദാറ്റ് ഹാവ് ഓൺലി വൺ സെല്ല്. ആസ് ദ നമ്പർ ഓഫ് എ സെൽ ഈസ് ലെസ്, വി cannot
സി ദം വിത്ത് നേക്കഡ് ഐസ്. അതിൻ്റെ ഉദാഹരണം ഏതൊക്കെയാ? അമീബ, പാരാമീസിയം, യൂഗ്ലീന എന്നിവയാണ് കേട്ടോ. അതിൻ്റെ ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത് എഴുതിയെടുക്കണേ. മലയാളം മീഡിയം നോക്കൂ നിങ്ങളെ. അതായത് ഏകകോശ ജീവി എന്നാൽ എന്ത്? ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. കോശങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ട് നമുക്ക് അവയെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയത്തില്ല. കോശങ്ങളെ ഒന്നും സെല്ലുകളെ ഒന്നും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. നമുക്ക് എന്ത് വേണം? മൈക്രോസ്കോപ്പ് വേണം കേട്ടോ. ലെൻസ്, മൈക്രോസ്കോപ്പ് വേണം. ഇനി ഒരു കോശം മാത്രമേ ഉള്ളത് കൊണ്ടാണ് ഏകം എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം കുഞ്ഞുങ്ങളെ ഒന്ന്. യുണി എന്ന് കേട്ടാൽ ഒന്നെന്നാന്ന് ഓർത്തോണം കേട്ടോ. ഇനി മൾട്ടിയാണ്. മൾട്ടി എന്ന് വെച്ചാൽ എന്താ? ബഹു, ഒരുപാടുള്ള കേട്ടോ. ബഹുകോശ ജീവികൾ. ആൻ ഓർഗാനിസം ഹൂസ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മോർ ദാൻ വൺ സെൽ ഈസ് എ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. An organism whose body is made up of more than one cell. കേട്ടോ, മോർ ദാൻ വൺ സെൽ ഈസ് എ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. വി ക്യാൻ സി മൾട്ടി സെല്ലുലാർ ഓർഗാനിസം വിത്ത് നേക്കഡ് ഐസസ്. ദേ ഹാവ് ന്യൂമറസ് സെല്ല്. ഒന്നിലധികം കോശങ്ങൾ കൊണ്ട് നോക്കണേ കുഞ്ഞുങ്ങളെ. ഒരു സെല്ലാണെങ്കിൽ അത് ഏകകോശം അല്ലെങ്കിൽ യൂണിസെല്ലുലാർ. ഒന്നിലധികം കോശങ്ങൾ കൊണ്ട് ശരീരം നിർമ്മിക്കപ്പെട്ട ജീവികളെയാണ് ബഹുകോശ ജീവികൾ എന്ന് പറയുന്നത്. ധാരാളം കോശങ്ങൾ ഈ ബഹുകോശ ജീവികളെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും എന്നാ പറയുന്നത്. ഇപ്പം നമ്മൾ കുറേ പടം കണ്ടില്ലേ? ഈ പടത്തിലുള്ളതിനെയൊക്കെ നമ്മൾ എത്ര ദൂരെ നിന്നാലും നമുക്ക് കാണാൻ പറ്റത്തില്ലേ? ഇല്ലയോ? ഇതിനെയൊക്കെ എവിടെയൊക്കെ നിന്നാലും നമ്മൾ ഉൾപ്പെടെ നമ്മളൊക്കെ എവിടെ നിന്നാലും നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്? അവയ്ക്ക് ബഹുകോശ ജീവികൾ ഉള്ളത് കൊണ്ടാണ്. നമുക്ക് കാണാൻ പറ്റാത്ത ആൾക്കാർ ആരൊക്കെയാണ്? യൂഗ്ലീന, പാരാമീഷ്യം, അമീബ, ബാക്ടീരിയ ഇവയൊന്നും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അതാണ് ഏകകോശ ജീവികൾ. മനസ്സിലായി തന്നെ പോണേ കുഞ്ഞുങ്ങൾ കേട്ടോ. അത്രയും ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ മൈക്രോസ്കോപ്പിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളെ? ഐ പീസ് കേട്ടോ, ആ പടത്തിൽ തന്നെ ഉണ്ട്. ഐ പീസ് ഉണ്ട്. പിന്നെ കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? ഐ പീസ് നമ്മൾ ഇതിലേ കൂടെയാണ് നോക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഈ മണ്ടയ്ക്കൂടെ താപ്പോട്ടാണ് നമ്മൾ നോക്കുന്നത്. ഐ പീസ്, നോബ്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ്. അപ്പോൾ അതിൻ്റെ നോട്ടാണ് അതുകൊണ്ട് ഇവിടെ മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. ഐ പീസ്, നോബുകൾ, ഒബ്ജക്റ്റീവ് ലെൻസുകൾ, ക്ലിപ്സുകൾ, സ്റ്റേജ്, കണ്ടൻസർ, മിറർ, ഇതെല്ലാം മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങളാണ്. നല്ലതുപോലെ പഠിച്ചു വെച്ചേക്കണേ. ഇത് എവിടൊക്കെയാണും കൂടെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഒരു മൈക്രോസ്കോപ്പിൻ്റെ ഈ ഭാഗങ്ങൾ എവിടൊക്കെയാണും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ, ചിലപ്പോൾ പടം തന്നിട്ടേ നിങ്ങൾ അതിനെ ഒന്ന് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാലോ, അതുകൊണ്ട് അതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു ഡിഫറൻസ് ബിറ്റ്വീൻ ദ യൂണിസെല്ലുലാർ ഓർഗാനിസം ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും തമ്മിലുള്ള വ്യത്യാസം എന്താവും നിങ്ങളെ? കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ സെല്ല്. ഒരു കോശം മാത്രമുള്ളത് കൊണ്ടാണ് അതിനെ ഏകകോശ ജീവി അല്ലെങ്കിൽ യൂണിസെല്ലുലാർ എന്ന് പറയുന്നത്. കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ വൺ സെല്ല്. ഒന്നിലധികം കോശങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതിനെ മൾട്ടി സെല്ലുലാർ എന്ന് പറയുന്നത്. അത് ഒന്നാമത്തെ നമുക്കറിയാം അല്ലേ. രണ്ടാമത്തത് സിമ്പിൾ ബോഡി ഓർഗാനിസം ആയിരിക്കും കുഞ്ഞുങ്ങളെ യൂണിസെല്ലുലാറിൽ കേട്ടോ. സിമ്പിൾ ബോഡി നമ്മൾ ആ പടം കണ്ടായിരുന്നല്ലോ, പാരാമീസിയത്തിൻ്റെ ഒക്കെ പടം കണ്ടില്ലേ? സിമ്പിൾ ബോഡി ഓർഗാനിസം ആയിരിക്കും. പക്ഷേ മൾട്ടി ആണെങ്കിലോ കോംപ്ലക്സ് ബോഡി ഓർഗാനിസം ആയിരിക്കും കേട്ടോ. ലളിതമായ ശരീരഘടനയാണ് ഏകകോശ ജീവിക്കെങ്കിൽ സങ്കീർണമായ ശരീരഘടനയാണ് മൾട്ടി സെല്ലുലാറിനുള്ളത് കേട്ടോ. പിന്നെ ബോത്ത് പ്രോക്യാരിയോട്ട് ആൻഡ് യൂക്യാരിയോട്ട്. പ്രോക്യാരിയോട്ടുകളും യൂക്യാരിയോട്ടുകളും എന്തോത്തിൽ ഉൾപ്പെടുന്നുണ്ട്? ഏകകോശ ജീവി അല്ലെങ്കിൽ യൂണിസെല്ലുലാറിൽ ഉൾക്കൊള്ളുന്നുണ്ട് കേട്ടോ. പ്രോക്യാരിയോട്ടും യൂക്യാരിയോട്ടും ആ പേരൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. പക്ഷെ മൾട്ടി സെല്ലുലാറിൽ യൂക്യാരിയോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒൺലി യൂക്യാരിയോട്ട്. ഓക്കെ ആണോ നിങ്ങളെ? ഉദാഹരണം നമ്മളൊന്ന് എഴുതിയ ഉദാഹരണം കൂടെ ആകുമ്പോൾ എന്താണെന്ന് അറിയാം, 4 പോയിന്റ് ആവും കേട്ടോ. എക്സാമ്പിള് ഏതിനാണ്? യൂണിസെല്ലുലാറിന് എക്സാമ്പിൾ ആവും കുഞ്ഞുങ്ങളെ ബാക്ടീരിയ, അമീബ, പാരാമീഷ്യം, ഈസ്റ്റ് തുടങ്ങിയവ കേട്ടോ. ബാക്ടീരിയ, പാരാമീഷ്യം, ഈസ്റ്റ്, അമീബ തുടങ്ങിയവയൊക്കെ എന്താണ്? യൂണിസെല്ലുലാറിന് എക്സാമ്പിൾ ആണ്. മൾട്ടി സെല്ലുലാറിന് ഏതൊക്കെയാവും നിങ്ങളെ? നമ്മൾ തന്നെ മൾട്ടി സെല്ലുലാറിന് ഉദാഹരണം കേട്ടോ. ഹ്യൂമൻ, ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. മനുഷ്യനും മൃഗങ്ങളും സസ്യങ്ങളും ഒക്കെ മൾട്ടി സെല്ലുലാറിന് എക്സാമ്പിൾ ആണ്. നമ്മൾ ഇത്രയാണ് ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞത് കേട്ടോ. ഇത്ര ഓക്കെ ആണല്ലോ. നമുക്കിനി അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എക്സ്പെരിമെന്റ് ഉണ്ടെന്ന്.
അതൊന്ന് അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. അതിനകത്തിൽ ടെസ്റ്റിനകത്ത് നമ്മളത് പറഞ്ഞതാ, അതായത് ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞതാ, നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്. ഇനി ഞാനത് വായിക്കാൻ പോയി കഴിഞ്ഞാൽ അത്രയും സമയം അങ്ങ് പോവും. അതായത് ഒന്നാമത്തെ ചീക്ക് സെൽ എടുക്കുന്നതിൻ്റെ നമ്മൾ അതിനകത്തിൽ ഒരു എക്സ്പെരിമെൻ്റ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഏതാ നിങ്ങളെ, നമ്മുടെ ചീക്ക് സെൽസ്, നമ്മുടെ കവിളിലെ കോശങ്ങൾ എടുക്കുന്നതിനെ കുറിച്ചാണ് ഒന്നാമത്തെ എക്സ്പെരിമെൻ്റ് എഴുതുമ്പോൾ ഫസ്റ്റ് അതിൻ്റെ കണ്ടന്റ് അല്ലേ, ചീക്ക് സെൽസ് എന്തെല്ലാം മെറ്റീരിയലാണ് നമുക്ക് അതിന് വേണ്ടുന്നത്. അത് നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട് അല്ലേ, എന്തൊക്കെയാണ്, ടൂത്ത് പിക്ക് വേണം, സ്ലൈഡ് വേണം, മെഥിലിൻ ബ്ലൂ സ്റ്റെയിൻ, ആ പേരൊക്കെ ഒന്ന് പഠിച്ചിട്ടേ, മെഥിലിൻ ബ്ലൂ സ്റ്റെയിൻ വേണം, കവർ ഗ്ലാസ് വേണം. ഇതെല്ലാം എന്താ മെറ്റീരിയൽ ആണ് കേട്ടോ. എന്തൊക്കെ മെറ്റീരിയൽ വേണമെന്ന് ചോദിക്കുമ്പോൾ ഇത് ഇത്രേ എഴുതിയിരിക്കണം. എന്താ, ചീക്ക് സെൽസ്, നമ്മുടെ കവിളിലെ കോശങ്ങൾ എടുത്ത് പരിശോധിക്കാൻ പോകുമ്പോൾ എന്തൊക്കെ വേണമെന്ന് ടെസ്റ്റിൽ തന്നെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്തൊക്കെയാവും നിങ്ങൾ അവിടെ ചെയ്യേണ്ടത്, റിൻസ് യുവർ മൗത്ത്. നമ്മൾ കറക്റ്റ് ഇംഗ്ലീഷിൽ ചുരുക്കി വെച്ചേക്കുക, റിൻസ് യുവർ മൗത്ത്, ജെന്റലി സ്ക്രാപ്പ് ഇൻസൈഡ് ദ ചീക്ക്, പുട്ട് ദ സാമ്പിൾസ് ഓൺ എ സ്ലൈഡ്, ആഡ് മെഥിലിൻ ബ്ലൂ, കവർ ഇറ്റ് വിത്ത് ഗ്ലാസ് ആൻഡ് സി അണ്ടർ ദ മൈക്രോസ്കോപ്പ്. അത് ഒന്നൊന്നായിട്ട് നമ്പർ ഇട്ട് ഞാൻ വെച്ചേക്കുക, എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ. ഫസ്റ്റ് എന്താ കുഞ്ഞുങ്ങളെ, നമുക്ക് നോക്കിക്കുക, അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. അതിൻ്റെ ഘട്ടങ്ങൾ, സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ ഇത് എടുക്കുമ്പോൾ നമ്മുടെ വാ നല്ലതുപോലെ കഴുകണം. നല്ല വെള്ളം ഉപയോഗിച്ച്, ശുദ്ധമായ ജലം ഉപയോഗിച്ച് നമ്മുടെ വായ ആദ്യമേ, വായ്ക്കകത്തിലെ, അതായത് വായ്ക്കകത്തെ ആണ് നമ്മൾ എന്താ ചീക്ക് സെൽസ്, കവിളിലെ കോശങ്ങൾ എടുത്താണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ വാ നല്ലതുപോലെ കഴുകണം കേട്ടോ. ശുദ്ധവെള്ളം ഉപയോഗിച്ച് വാ നല്ലതുപോലെ കഴുകുക. എന്നിട്ട് കവിളിൻ്റെ ഉൾവശത്ത് നല്ലതുപോലെ, നിങ്ങൾ ചെയ്യേണ്ട, വെറുതെ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി മിക്ക കുട്ടികളും വായിക്കകത്തിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് സൈഡിലിട്ട് കുത്തി ഒന്നും വേണ്ട. ഇതൊരു എക്സ്പെരിമെൻറ്റ് പറയുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങളിത് കേട്ടിരുന്നാൽ മതി, ഒന്നും ചെയ്തൊന്നും നോക്കണ്ട. കാരണം ഇപ്പം എന്തെങ്കിലും നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ചുരണ്ടിയോ മാന്തിയോ വെച്ചാൽ പിന്നെ എന്താ, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നേരം കാണത്തില്ലോ നിങ്ങളെ. അതുകൊണ്ട് വേണ്ട, വെറുതെ കാശ് കളയണ്ട. കവിളിൻ്റെ ഉൾവശം നമ്മൾ മൃദുലമായിട്ടൊന്ന് ചുരണ്ടി നോക്കുമ്പോൾ ഇച്ചിരി, അപ്പം നമ്മളിങ്ങനെ ഒരു ടൂത്ത് സ്റ്റിക്ക് ഉണ്ട് കുഞ്ഞുങ്ങളെ, അതിൻ്റെ ഈ എന്താ ടൂത്ത് പിക്ക് എന്നല്ലേ, അത് വെച്ച് നമ്മൾ ഇച്ചിരി ഇങ്ങനെ പെതുക്കെ ആക്കുമ്പോൾ ഇച്ചിരി അതിലെന്തായാലും കാണും. അതെടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു സ്ലൈഡെന്ന് ഉപയോഗിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ തലയെ കുത്തുന്ന സ്ലൈഡല്ല, ഗ്ലാസിൻ്റെ ചെറിയൊരു പീസ്, ഒരു റെക്റ്റാങ്കിൾ ടൈപ്പിലുള്ള ഒരു ഗ്ലാസിൻ്റെ ചെറിയ പീസിന് പറയുന്ന പേരാണ് സ്ലൈഡ് എന്ന് കേട്ടോ. അത് നമ്മൾ ആ ടൂത്ത് പിക്ക് വെച്ച് എടുത്തത്, വായിൽ നിന്നും എടുത്തത് എന്ത് ചെയ്യുക, ആ സ്ലൈഡിനകത്തിൽ സാമ്പിളായിട്ട് വെക്കുക. എന്നിട്ട് അതിനകത്തിൽ എന്താ, ഒരു തുള്ളി മെഥിലിൻ ബ്ലൂ സ്റ്റെയിൻ ഉപയോഗിക്കുക, കളർ കൊടുക്കാൻ വേണ്ടി കേട്ടോ. മെഥിലിന് ബ്ലൂ സ്റ്റെയിൻ, നമ്മൾ അതിനൊരു കളർ എന്ന് വെച്ചാൽ ആ സാധനം അവിടെ ഇരിപ്പുണ്ടെന്ന് അറിയണ്ടേ, ഒരു കളർ കൊടുക്കാൻ വേണ്ടി. അതിനുശേഷം അതിൻ്റെ മണ്ടയ്ക്ക് എന്ത് ചെയ്യുക, ഈ മെഥിലിൻ ബ്ലൂ സ്റ്റെയിൻ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇപ്പം അടി വെച്ച ആ ഗ്ലാസ് പോലെ അതുപോലെയുള്ള വേറൊരു ഗ്ലാസ് അതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് അതിനെ അങ്ങ് അടച്ചു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മൈക്രോസ്കോപ്പിലൂടെ അത് നിരീക്ഷിക്കുക. അപ്പോൾ ഇതൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് നിങ്ങളോട് ചിലപ്പം ചോദിക്കും, എന്താ, നമ്മുടെ ചീക്ക് സെല്ലിൻ്റെ എക്സ്പെരിമെൻ്റ് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും അങ്ങ് എഴുതി വെക്കണം കേട്ടോ. നമ്മുടെ ടെസ്റ്റിലുള്ളതാണ്, മനസ്സിലായോ നിങ്ങളെ? അത്ര ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ആ മലയാളം കേട്ടപ്പോൾ തന്നെ സംഭവം പിടികിട്ടിയില്ലേ? അത് എഴുതി വെക്കണം കേട്ടോ. അടുത്ത അതുപോലെ ഒരു എക്സ്പെരിമെൻ്റ് പറഞ്ഞായിരുന്നു ഒനിയൻ്റെ അല്ലേ, അതിൻ്റെ തൊട്ട് താഴെ. അതാ ഞാൻ ടെസ്റ്റ് നേരത്തെ പറഞ്ഞ കുഞ്ഞുങ്ങളെ. എന്നാലും ഒനിയൻ എന്ന് വെച്ചാൽ എന്താ, ഉള്ളി അല്ലേ, സവാള, ഉള്ളിയുടെ എന്താ സെല്ലെടുത്തിട്ട് നമ്മൾ പരിശോധിക്കാൻ പോവാം. പ്ലാന്റ് സെല്ലാണ് കേട്ടോ. മറ്റേ നമ്മൾ പരിശോധിച്ച ഏതാ, നമ്മുടെ ആനിമൽ സെല്ലാണ് കേട്ടോ. ആനിമൽ സെല്ലിൻ്റെ സെല്ലെടുത്ത് പരിശോധിച്ചതാണ് മുമ്പ് നമ്മൾ നടത്തിയത്. മൈക്രോസ്കോപ്പിലൂടെ എങ്ങനെ പരിശോധിക്കുമെന്നാണ് നമ്മൾ കണ്ടത്. ഇത് പ്ലാന്റ്സിൻ്റെ സെല്ലാണ്. കാരണം ഒനിയൻ ഒരു പ്ലാന്റ്സ് അല്ലേ, പ്ലാന്റ്സ് സെല്ലിനെ നമ്മൾ എങ്ങനെ പരിശോധിക്കും. അപ്പോൾ അതിന് എന്തെല്ലാം മെറ്റീരിയൽ, നമ്മളൊരു എക്സ്പെരിമെൻ്റ് എഴുതുമ്പോൾ ആദ്യമേ എന്താ മെറ്റീരിയൽസ് ആണ് എഴുതേണ്ടത് കേട്ടോ. എന്തൊക്കെ മെറ്റീരിയലാണ് കുഞ്ഞുങ്ങളെ വേണ്ടത്? അവിടെ ആദ്യം പരിശോധിക്കാനുള്ള ഒനിയൻ വേണം അല്ലേ, പിന്നെ ബ്ലേഡ് വേണം, എന്താ ആ പേരൊന്ന് നോക്കണേ ഏതൊക്കെയാണെന്ന്. ഇതാ സഫ്രാനിൻ സ്റ്റെയിൻ എന്നാണ് കേട്ടോ. മറ്റേത് ഏതായിരുന്നു, മെഥിലിൻ കേട്ടോ. ആ പേരൊക്കെ ഒന്ന് നോക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. സഫ്രാനിൻ സ്റ്റെയിൻ എന്നാണ് പേര് കേട്ടോ. ഏതാ, ഒനിയൻ്റെ. അത് എടുക്കുക, സ്ലൈഡ് എടുക്കുക, ഒരു കവർ ഗ്ലാസ് എടുക്കുക, ടിഷ്യൂ പേപ്പർ എടുക്കുക, ഗ്ലിസറിൻ എടുക്കുക കേട്ടോ. എന്തൊക്കെ എടുക്കേണ്ടതെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യമേ ആ ഉള്ളിയുടെ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്യുക, ഒരു ഉള്ളിയിൽ നിന്നും ഒരു നേരിയ പാളി, നമ്മൾ ആ ഏറ്റവും ടോപ്പിലെയോ ഏതെങ്കിലും ഒരു പാളി അതിനകത്ത്
വേർതിരിച്ചെടുക്കുക. ഉള്ളി ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ, നമ്മളിങ്ങനെ പൊളിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാളി എടുത്തതിന് ശേഷം അതിൻ്റെ ചെറിയൊരു കഷ്ണങ്ങളായിട്ട് അങ്ങ് മുറിച്ചെടുക്കണേ. ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ്സിൽ നമ്മൾ മുമ്പ് പറഞ്ഞ സഫ്രാൻ സ്റ്റെയിൻ ഉണ്ടല്ലോ, മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ അങ്ങനെ ഒരു സ്റ്റെയിൻ എന്ന് വെച്ചാൽ കളറ്, നമ്മൾ ആ ചെറിയ പീസ് ഉള്ളിയുടെ പോളയുടെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഈ സഫ്രാൻ സ്റ്റെയിനിൽ ഇടുക കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അതൊരു നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു ഗ്ലാസ്സിനകത്തിൽ വെക്കുക. എടുത്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു കഷ്ണം എടുത്ത് വാച്ച് ഗ്ലൗസിൽ എടുത്ത ശുദ്ധജലത്തിലോട്ട് നമ്മൾ ഈ കളർ നല്ലപോലെ മുക്കുമ്പോണ്ടല്ലോ ഈ ഉള്ളിയിൽ ഈ കളറെല്ലാം കൂടെ അങ്ങ് കയറി പിടിക്കും കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര കളറായിട്ട് നമ്മൾ ഈ മൈക്രോസ്കോപ്പിലോട് നോക്കുമ്പോൾ കളർ ഭയങ്കരമായിട്ട് കാണുന്നതുകൊണ്ട് നമ്മൾ അതിനെ ഒരു ശുദ്ധജലത്തിൽ ഒന്നും കൂടി ഒന്ന് മുക്കണം. അപ്പോൾ പുറത്തിരിക്കുന്ന ആ കളറുകളും അതെല്ലാം കുറേ പോവും കേട്ടോ. അതിനാണ് നമ്മൾ ശുദ്ധമായ വെള്ളത്തിൽ വീണ്ടും ഒന്നുകൂടി മുക്കുന്നത്. കാരണം ഈ സഫ്രാനിൻ സ്റ്റെയിൻ മുക്കുമ്പോൾ ആ ഉള്ളിയുടെ തൊലി നല്ലപോലെ അങ്ങ് കളർ ഇച്ചിരി നേരം വെക്കുമ്പോൾ ആ കളർ കൊണ്ട് അങ്ങ് ഭയങ്കര കളറായി പോകും. അപ്പോൾ അത് നല്ല ശുദ്ധമായ വെള്ളത്തിൽ ഒന്നുകൂടി ഒന്ന് മുക്കി വെക്കുമ്പോൾ അത് നമ്മുടെ കൈ കൊണ്ടല്ല കേട്ടോ, ഒന്നുകിൽ ഒരു നീഡിൽ സൂചി വെച്ചോ എന്തെങ്കിലും ഒരു കമ്പെന്ന് വെച്ചാൽ അഴുക്കില്ലാത്ത നീഡിൽ കേട്ടോ, അത് വെച്ചോ വല്ലതും വേണം എന്ത് ചെയ്യുക, ഈ ഉള്ളിയുടെ ആ തൊലി എടുത്തിട്ട് എന്ത് ചെയ്യാം, നല്ലപോലെ ശുദ്ധമായ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു കഷ്ണം എടുത്തിട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, പിന്നെ ഗ്ലാസിൻ്റെ മണ്ടയിലെടുത്ത് വെക്കുക കേട്ടോ. വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഒരിച്ചിരി ഗ്ലിസറിന് കേട്ടോ, അധികമുള്ള ഇച്ചിരി ഗ്ലിസറിൽ മുക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇപ്പം നമ്മൾ വേറൊരു ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ അമക്കുമ്പോഴെന്താണെന്നറിയോ, ഇതിനകത്തുള്ള ഗ്ലിസറിനെല്ലാം അമക്കുമ്പം വെളിയിൽ പോകും. അതൊക്കെ അങ്ങ് തുടച്ച് മാറ്റുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ മൈക്രോസ്കോപ്പിലൂടെ പരിശോധിക്കുക. അപ്പം നമുക്ക് ഇതുപോലെ ഒരു പടം കാണാം, അത്രയേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അതാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. ടേക്ക് എ തിൻ ഒനിയൻ സ്കിന്ന്, സ്റ്റെയിൻ ഇറ്റ് വിത്ത് സാഫ്രാനിൻ, അതായത് റെഡ് കളറാണ് അത് അതിൻ്റെ സഫ്രാനിൻ്റെ കളർ റെഡ് കളറാട്ടോ. പിന്നെ പുട്ട് ഇറ്റ് ഓൺ ദ സ്ലൈഡ്, ആഡ് ഗ്ലിസറിൻ ആൻഡ് കവർ ഗ്ലാസ്, ഒബ്സർവ് അണ്ടർ ദ മൈക്രോസ്കോപ്പ്. ചുരുക്കി എഴുതിയേക്കും കേട്ടോ. നമുക്ക് മലയാളത്തിലാകുമ്പോൾ നമ്മൾ ഇച്ചിരി വിശദീകരിച്ച് നിങ്ങളോട് പറയണ്ടേ എന്താണ് അല്ലേ. ഇംഗ്ലീഷിൽ അതിനെ ചുരുക്കി എഴുതിയേക്കാണ്. മലയാളത്തിൽ നമുക്ക് അതിനെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണ്ടായോ അല്ലേ, എന്തെടുക്കുക എങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അത്രയും ഓക്കെ ആണല്ലോ. പ്ലാന്റ്സിലും ആനിമൽസിലും അത് ഓൾറെഡി നമുക്ക് അപ്പുറത്തിനും പറയാനുണ്ട്. അപ്പോൾ ഈ 2 എക്സ്പെരിമെൻറ്റ് നല്ലപോലെ ഒന്ന് പഠിച്ചോണേ കേട്ടോ. ഒരു ജലത്തിൽ അത്ഭുതമാണ്. പിന്നെ നമ്മൾ ടെസ്റ്റിനകത്തിൽ യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാറിനെ കുറിച്ചാണ്. അതിപ്പോൾ നമ്മൾ വായിച്ചായിരുന്നു അല്ലേ, ടെസ്റ്റ് നോട്ടും തന്നിട്ടുണ്ടായിരുന്നു. ബഹുകോശ ജീവികൾ എന്നാൽ എന്തെന്നൊക്കെ നമ്മൾ തന്നു. അടുത്ത നമ്മൾ പേജ് നമ്പർ 108 നമ്മുടെ നോട്ടിന്. നമ്മൾ ഈ ടെസ്റ്റും വായിക്കുകയും നോട്ടും കൂടെ തരിക കേട്ടോ. അതുകൊണ്ട് നോക്കണേ. ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും അല്ലേ, മൾട്ടി സെല്ലുലാറും യൂണിസെല്ലുലാറും തമ്മിലുള്ള സാമ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ആ ഡിഫറൻസ് പഠിച്ചു. ഇനി ബഹുകോശ ജീവികളിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്നുണ്ട് ഈ നോട്ട് നിങ്ങൾ അങ്ങ് നോക്കി. അതാണ്ടോ നിങ്ങളെ, ബഹുകോശ ജീവികളിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? വിച്ച് ആർ ദ ലൈഫ് പ്രോസസ് ക്യാരിഡ് ഔട്ട് ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. നമ്മുടെ ടെസ്റ്റിലെ ഒരു ചോദ്യം കേട്ടോ, മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന്റെ ടെസ്റ്റിലെ ഒരു ചോദ്യമാണത്. നമ്മുടെ പേജ് നമ്പർ 108 കണ്ടോ. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇവിടെ എഴുതിയേക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങളെ? മൂവ്മെന്റ് അല്ലെ, ചലനമുണ്ട്. ബഹുകോശ ജീവികൾ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിലെ ജീവൻ ഉണ്ടെങ്കിൽ, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ജീവനുള്ള വസ്തുക്കളാണെങ്കിൽ അവിടെ എന്തെല്ലാം ജീവപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? മൂവ്മെന്റ്, ജീവൻ ഉണ്ടെങ്കിൽ ചലനം ഉണ്ടല്ലോ. അവർക്ക് എന്ത് വേണം? പോഷണം, ന്യൂട്രീഷൻ വേണം. പിന്നെ റെസ്പിറേഷൻ, ശ്വസനം കാണും അല്ലെ. എക്സ്ക്രീഷൻ, വിസർജനം കാണും അല്ലെ. പോഷണം, ശ്വസനം, വിസർജനം. പിന്നെന്താ? റീപ്രൊഡക്ഷൻ നടക്കും, പ്രത്യുൽപാദനം നടക്കുന്നുണ്ട്, എക്സെട്ര തുടങ്ങിയവയൊക്കെ എന്താണ്? ജീവൽ പ്രവർത്തനങ്ങളിൽ കാണുന്നത് കേട്ടോ. ഏതാ? മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന്റെ ലൈഫ് പ്രോസസ് ആണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ജീവനില്ലേ കുഞ്ഞുങ്ങളെ? നമ്മളെ കുറിച്ചൊക്കെ എഴുതിയാൽ മതി അല്ലേ. ബഹുകോശ ജീവിയാണ് നമ്മൾ. മനുഷ്യരൊക്കെ എന്താ? ബഹുകോശ ജീവിയാണ്. അപ്പൊ നമുക്ക് എന്താ? നമ്മൾ ചലിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് ജീവനില്ലേ, അപ്പൊ നമ്മൾ ചലിക്കുന്നില്ലേ. പിന്നെ ന്യൂട്രീഷൻ, നമുക്ക് എന്താ? ആഹാരം, പോഷണം വേണം. റെസ്പിറേഷൻ, ശ്വസനം വേണം. എക്സ്ക്രീഷൻ, നമ്മൾ ആഹാരം കഴിച്ചതിനെ വിസർജനം അല്ലെ, എക്സ്ക്രീഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ റീപ്രൊഡക്ഷൻ, പ്രത്യുൽപാദനം ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ. അതിന്റെ തൊട്ട് താഴെ അടുത്ത ചോദ്യം, ഈ ഏകകോശ ജീവികളിലും ബഹുകോശ ജീവികളുടേതുപോലെ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏകകോശ ജീവികളിലും ബഹുകോശ ജീവികളുടേതുപോലെ തന്നെ എല്ലാ പ്രവർത്തനവും നടക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഡു യൂണിസെല്ലുലാർ ഓർഗാനിസം ആൾസോ ഹാവ് ആൾ ദി
സെയിം ലൈഫ് പ്രോസസ് ആസ് ദ മൾട്ടി സെല്ലുലർ ഓർഗാനിസം ആണോ? യെസ്, അതെ. ആൾ ദീസ് പ്രോസസ് ആർ ഡൺ ബൈ എ സിംഗിൾ സെല്ല്. അതെ, ഒരു കോശമാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. സിംഗിൾ സെല്ല് ഡൺ ചെയ്യുന്നത് ഓൾ ദ പ്രോസസ്സ് എല്ലാം ചെയ്യുന്നത്, എല്ലാ പ്രവർത്തനങ്ങളും അല്ലേ ചെയ്യുന്നത് കോശങ്ങളാണ്. അപ്പോൾ ആ ഒരു ഒറ്റ വരി യെസ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അതാണ് റീസൺ ചോദിക്കുവാണ് കേട്ടോ. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ സെല്ലിലോട്ട് ഇപ്പം യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാറും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെയാണ്. പിന്നെ അതൊക്കെ നമ്മൾ തന്നു, ക്വസ്റ്റ്യൻ ആൻസർ തന്നു കേട്ടോ. യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാറും തമ്മിലുള്ള എന്താണെന്ന് നമ്മൾ തന്നു. ഇനി നമ്മൾ പഠിക്കുന്നത് കുഞ്ഞുങ്ങളെ ആനിമൽ സെല്ലിനെ കുറിച്ചാണ്. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ ഒരു സെല്ലുള്ളത് കണ്ടോ, സെല്ലിൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം കണ്ടോ. ഇതിൻ്റെയൊക്കെ പടമൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ. ഓക്കെ കുഞ്ഞുങ്ങളെ, ഇനി നമുക്ക് ആനിമൽ സെല്ലിൻ്റെ ഒരു പിക്ചർ കൊടുത്തേക്കുന്നുണ്ടോ. ഈ ആനിമൽ സെല്ലിനകത്തിൽ എന്തൊക്കെയുണ്ടെന്ന്. ഇനി അപ്പുറത്തൊരു പ്ലാന്റ് സെല്ലും ഉണ്ട്. അതായത് സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള വ്യത്യാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ. അപ്പം നമ്മൾ ആനിമൽ സെല്ല് എന്താണ്, ഈ ആനിമൽ സെല്ല് അല്ലേ. ആനിമൽ സെല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്തുകോശം അല്ലേ. അതിനകത്തിൽ എന്തൊക്കെ വരുമെന്ന് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ നോക്കണം കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയേ. ന്യൂക്ലിയസ് ഉണ്ട്. 1 2 3 4 5 6 7 എണ്ണത്തിൻ്റെ പേരതി കൊടുത്തിട്ടുണ്ട്. ന്യൂക്ലിയസ് ഉണ്ട് കുഞ്ഞുങ്ങളെ, നോക്കിയേ. ആനിമൽ സെല്ലാണ് ന്യൂക്ലിയസ്, പിന്നെ റൈബോസോം, വാക്യൂള്, മൈറ്റോകോൺട്രിയോൺ, സൈറ്റോപ്ലാസം, പിന്നെ സെൽ മെംബ്രെയിന് വായിക്കാൻ പഠിക്കണേ. ഇതിൻ്റെ മലയാളം കുഞ്ഞുങ്ങളെ? ന്യൂക്ലിയസിന് ന്യൂക്ലിയസ് എന്ന് തന്നെയാണ്, റൈബോസോമിന് റൈബോസോം എന്ന് തന്നെയാണ്. വാക്യൂൾ എന്ന് പറയുന്നതിനെ ഫേനം എന്നാണ് മലയാളത്തിൽ പറയുന്നത് കേട്ടോ, ഫേനം. മൈറ്റോകോൺട്രിയോൺ തന്നെയാണ്. സൈറ്റോപ്ലാസം എന്ന് വെച്ചാൽ കോശദ്രവ്യം എന്നാണ് കേട്ടോ, കോശദ്രവ്യം. സെൽ മെംബ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോശസ്തരം എന്നുമാണ്. അപ്പം ജന്തുകോശത്തിൽ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് പഠിച്ചു വെച്ചേക്കണേ. കാരണം ഡിഫറൻസ് ചോദിക്കുമ്പോൾ ഈ ജന്തുകോശവും സസ്യകോശവും തമ്മിലുള്ള ഡിഫറൻസ് ഉറപ്പായിട്ടും ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവ തമ്മിലുള്ള ഡിഫറൻസാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ നിങ്ങൾ, എന്തൊക്കെയുണ്ടെന്നൊന്ന് പഠിച്ചു വെച്ചേക്കണേ. 12. ഓക്കെ, അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ. പാർട്സ് ഓഫ് എ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ടെസ്റ്റിലെ 110ാമത്തെ പേജ് കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ? പാർട്സ് ഓഫ് സെല്ല്. പാർട്സ് ഓഫ് സെല്ല്, കോശത്തിൻ്റെ ഭാഗങ്ങൾ ഏതെല്ലാമാണ്, അതിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്. കോശത്തിൻ്റെ ഭാഗങ്ങൾ ഏത്? പാർട്ട് ഓഫ് എ സെല്ല്. നമ്മളിപ്പോൾ കോശത്തെക്കുറിച്ച് പഠിച്ചില്ല, ഏതാ? ജന്തുകോശത്തെക്കുറിച്ചാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് അല്ലേ. ഈ ജന്തുകോശത്തിൻ്റെ ഭാഗങ്ങൾ അല്ലേ, കോശത്തിൻ്റെ ഭാഗങ്ങൾ ഏതെല്ലാം, അതിൻ്റെ ഫങ്ഷനുകൾ നോക്കൂ നിങ്ങൾ. നമ്മൾ പറഞ്ഞു സെൽ മെംബ്രെയിൻ ഉണ്ടെന്ന് കേട്ടോ. നിങ്ങൾ ആ പടം ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. എന്താണ് സെൽ മെംബ്രെയിൻ? കണ്ടോ, ഈ പടം കണ്ടോ, സെൽ മെംബ്രെയിന്. ഈ സെൽ മെംബ്രെയിൻ്റെ ധർമ്മം എന്താണ്? നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോഴും നോക്കണം. ഈ ഒരു സാധനത്തിൻ്റെ ധർമ്മം അല്ലെങ്കിൽ ഫങ്ഷൻ എന്താണ്? കവേഴ്സ് ദ സെല്ല്, കോശത്തിനെ ആവരണം ചെയ്യുന്നതാണ് ആരാണ്? സെൽ മെംബ്രെയിൻ. ഇതിൻ്റെ സെൽ മെംബ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതിൻ്റെ എല്ലാത്തിനും ഉണ്ടല്ലോ ഇത്. സെൽ മെംബ്രെയിൻ്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റ് അല്ലെ കവേഴ്സ് ദ സെല്ല്, കോശത്തിനെ ആവരണം ചെയ്തിരിക്കുന്നു. അടുത്ത 2 സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം എന്താണ് ചെയ്യുന്നത്? കോശദ്രവ്യം എന്താവും നിങ്ങൾ ചെയ്യുന്നത്? ഹോൾഡ് ദ സെൽ പാർട്ട് ഇൻസൈഡ് ദ സെല്ല് എക്സെപ്റ്റ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ഒഴികെയുള്ള കോശഭാഗങ്ങളെ കോശത്തിനകത്തിന് നിലനിർത്തുന്നു. ന്യൂക്ലിയസ് ഇല്ല കേട്ടോ, ന്യൂക്ലിയസ് ഒഴികെയുള്ള കോശഭാഗങ്ങളെ കോശത്തിനകത്ത് നിലനിൽക്കുന്നു. ഇവല്ലോ മനസ്സിലായോ? ദാണ്ട ഇതാണ് നമ്മുടെ അല്ലേ ആനിമൽ സെല്ലാണ്. ഇതിനകത്തിൽ ഇത് മാത്രം കണ്ടോ സെപ്പറേറ്റ് ആണ്. കണ്ടോ ഈ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞത്. അതല്ലാതെ ബാക്കിയുള്ളതെല്ലാം ഇതിനകത്തിലാണ് കണ്ടോ. ഈ ഒരു ബ്രൗൺ കളർ കണ്ടോ അതിനകത്തിലാണ്. അപ്പോൾ സൈറ്റോപ്ലാസത്തിൻ്റെ ഈ ഇത് മാത്രം കണ്ടോ സെപ്പറേറ്റ് ഒരു കണ്ണ് പോലെ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ അത് ന്യൂക്ലിയസ് ആണ്. അതല്ലാതെ ബാക്കിയുള്ള കേട്ടോ ന്യൂക്ലിയസ് ഒഴികെയുള്ള കോശഭാഗങ്ങളെ കോശത്തിനകത്ത് നിലനിർത്തുന്നു. ആരാണ്? സൈറ്റോപ്ലാസം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ അത് മാത്രം ചോദിക്കാം. ഈ സൈറ്റോപ്ലാസം കേട്ടോ. ഹോൾഡ് ദ സെൽ പാർട്ട് ഇൻസൈഡ് ദ സെല്ല് എക്സെപ്റ്റ് ന്യൂക്ലിയസ്. അടുത്ത ന്യൂക്ലിയസ് എന്താ കുഞ്ഞുങ്ങളെ? ഇപ്പം നമ്മൾ പറഞ്ഞ അയാളെ മാറ്റി നിർത്തിയേക്കുവാന്ന്. ഈ ന്യൂക്ലിയസ്? കൺട്രോള് സെല്ലുലാർ ആക്ടിവിറ്റി, കോശത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് തന്നെ പുള്ളിക്കാരനാണ് കേട്ടോ. കോശത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാ? ന്യൂക്ലിയസ് ആണ് കേട്ടോ. അതിനകത്തിരിക്കുന്ന വലുത്. അടുത്തത് ഫേനം. വാക്യൂൾ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? സ്റ്റോർ വാട്ടർ, സാൾട്ട് ആൻഡ് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സുകൾ. നമ്മൾ ഈ ജലം, ലവണം അല്ലെ വെള്ളം, വിസർജ്യ വസ്തുക്കൾ എന്നിവയൊക്കെ സംഭരിച്ച് വെക്കുന്നത് ആരാണ്? നമ്മുടെ
ഫേനമാണ് കേട്ടോ. ഫേനം ഇതിനകത്തിൽ വാക്യൂള് കണ്ട് ഈ ഒരു സാധനം നീല കളർ ഇത് കണ്ടോ, ഈ നീല കളർ ഉണ്ടോ നിങ്ങൾ കണ്ട് ഇതിൻ്റെ ജോലി എന്താണ്? ഇതിനകത്തിലെ വെള്ളവും ലവണവും അതല്ല തന്നെ എക്സ്ക്രീറ്ററി സിസ്റ്റം ഒക്കെ ഇങ്ങനെയൊക്കെ ഉള്ളത് വരുന്നൊക്കെ എന്ത് ചെയ്യുന്നു, അതിനെ എല്ലാം എന്ത് ചെയ്യുക, സംഭരിച്ച് വെക്കുന്നത് നമ്മുടെ ഫേനമാണ്. അടുത്ത റൈബോസോം. ഇത് ഈ റൈബോസോം സിന്തസിസ് പ്രോട്ടീനുകൾ. എന്താ നിങ്ങളെ റൈബോസോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഇതിനകത്തിലാണ്ട് ഈ ചെറിയ ഇത് കണ്ടോ വെള്ള ഇതുപോലെ ഇവിടെയൊക്കെ ഉണ്ട്. ഇതിനകത്തിലൊക്കെ ഈ ചെറിയ ഉണ്ട്. ഈ റൈബോസോമിൻ്റെ ജോലി എന്താണ്? പ്രോട്ടീനുകളെ ഉൽപ്പാദിപ്പിക്കും. നമ്മുടെ ശരീരത്തെ പ്രോട്ടീൻ്റെ അളവുണ്ടോ എന്നൊക്കെ നമ്മൾ പഠിക്കത്തില്ലേ. ഈ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ റൈബോസോമാണ്. പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നത് റൈബോസോമാണ്. അടുത്ത എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാസെല്ലുലാർ പാത്വേ, കോശത്തിനുള്ളിലെ സഞ്ചാരപാതയായിട്ടത് വർത്തിക്കുന്നു. നമ്മുടെ കോശത്തിനുള്ളിലെ ഒരു സഞ്ചാരപാതയായിട്ടാണ് ആരാ? എൻഡോപ്ലാസ്മിക്. ഇത് കണ്ടോ ഇങ്ങനെ കുലുകുലാന്ന് കിടക്കുന്നുണ്ടോ, അതാ. ഓക്കെ, അടുത്ത മൈറ്റോകോൺട്രിയോൺ. സിന്തസിസ് എനർജി, ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് പരീക്ഷയ്ക്ക് ഇങ്ങനെ ആയിരിക്കും കുഞ്ഞുങ്ങളെ. ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് ആരാ? മൈറ്റോകോൺട്രിയോൺ അല്ലേ. കോശത്തിനെ ആവരണം ചെയ്തിരിക്കുന്നത് ആരാണ്? സെൽ മെംബ്രെയിൻ ആണ്. പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? റൈബോസോമാണ്. അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ചോദ്യം നമ്മളല്ലല്ലോ ഇടുന്നത്. അപ്പം അന്നേരം ടീച്ചർമാർ ഏത് രീതിയിൽ വേണമെങ്കിലും ഇടാം. അതുകൊണ്ട് നല്ലപോലെ മനസ്സിലാക്കി വേണം പഠിക്കാൻ. അപ്പം നമ്മുടെ അടുത്ത ചോദ്യം, അങ്ങനെ നമ്മുടെ ടെസ്റ്റിൽ കുറേ ചോദ്യങ്ങൾ അങ്ങനെ തന്നിട്ടുണ്ടോ നിങ്ങൾ? ഏതാണ്ട് 14ാമത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് സെൽ മെംബ്രെയിൻ? കോശസ്തരത്തിൻ്റെ ധർമ്മം എന്താണ്? കോശസ്തരം അല്ലേ, സെൽ മെംബ്രെയിൻ്റെ ധർമ്മം എന്താവും നിങ്ങളെ? കവർ ദ സെല്ല്. കോശത്തിനെ ആവരണം, ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയും ചോദിക്കാം. കോശത്തിനെ ആവരണം ചെയ്യുകയാണ് സെൽ മെംബ്രെയിന്. വിച്ച് ഈസ് ദ പാർട്ട് ഓഫ് കൺട്രോൾ ദ എൻറ്റയർ സെല്ല്? എൻറ്റയർ സെൽ എന്താവും നിങ്ങളെ? കോശത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭാഗം ഇവിടെ ആരാണ്? മുമ്പ് നമ്മൾ പറഞ്ഞു ആരാ? ന്യൂക്ലിയസ് ആണ് അല്ലേ. ന്യൂക്ലിയസ് ആണ് എന്താവും നിങ്ങളെ? കോശത്തിനകത്തെ മുഴുവനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ന്യൂക്ലിയസ് ആണ്. വിച്ച് സെൽ ഓർഗനലെ വർക്ക് ആസ് ദ പവർ ഹൗസ് ഓഫ് ദ സെല്ല്? അത് ഒരു മാർക്കിന് ഒരുപാട് ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് എന്തോത്തിനെയാ? മൈറ്റോകോൺട്രിയോണെയാണ് കേട്ടോ. മൈറ്റോകോൺട്രിയ അതൊന്നും അറിയണേ നിങ്ങൾ കേട്ടോ. ഊർജ്ജ നിലയായിട്ട് പവർ ഹൗസ് കേട്ടോ, സെല്ലിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയോൺ ആണ്. കോശത്തിലെ ഊർജ്ജ നിലയായിട്ട് പ്രവർത്തിക്കുന്നത് ഏതാണ്? മൈറ്റോകോൺട്രിയോൺ. ഒന്നും പഠിച്ചു വെച്ചേക്കണേ. അടുത്ത വിച്ച് ഓർഗനലെ ആക്ട് ആസ് ദ പാത്വേ വിത്ത് ദ സെല്ല്? കോശത്തിനുള്ളിലെ സഞ്ചാരപാത, അവിടെ ഇങ്ങനെ സഞ്ചാരപാതയായിട്ട് അലഞ്ഞിരിഞ്ഞിരിഞ്ഞിടക്കുമല്ലോ, സഞ്ചാരപാതയായിട്ട് പ്രവർത്തിക്കുന്നത് ഏതാണ്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമാണ് കേട്ടോ. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമാണ്. ഫേനത്തിൻ്റെയും റൈസോബിയത്തിൻ്റെയും ധർമ്മത്തിൻ്റെ വ്യത്യാസം എന്ത്? അപ്പോൾ ഫേനവും റൈബോസോമാണോ റൈസോബിയമാണോ നിങ്ങളിവിടെ? റൈസോബിയം അതും പഠിപ്പിച്ച് ഇത് രണ്ടുകൂടെ തിരിഞ്ഞു പോകില്ലേ. റൈബോസോമാണ് കേട്ടോ. റൈസോബിയം പഠിപ്പിക്കുന്നുണ്ട്, അത് റൈബോസോമാണ് കേട്ടോ. റൈബോസോം. അപ്പോൾ തങ്ങളുള്ള വ്യത്യാസം ഉണ്ടാവും നിങ്ങളെ. ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവയെ സംഭരിക്കുന്നത് ഫേനത്തിൻ്റെ ധർമ്മമാണ്. പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ റൈബോസോമുമാണ്. മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, അത് തിരിഞ്ഞു പോകല്ലേ. പ്രോട്ടീൻ ആരാ? റൈബോസോമാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫങ്ഷൻസ് ഓഫ് വാക്യൂൾ ആൻഡ് ദാറ്റ് ദ റൈബോസോം? അത് ഞാൻ 2 നമ്പറായിട്ട് ഇട്ടേക്കുക. ഒരു ക്വസ്റ്റ്യൻ ആവും നിങ്ങളെ. ഇംഗ്ലീഷ് മലയാളമാണ്. വാക്യൂള് സ്റ്റോർ ഫുഡ്, വാട്ടർ ആൻഡ് വേസ്റ്റ്. പക്ഷെ റൈബോസോം മേക്ക് പ്രോട്ടീൻ നീഡ് ഫോർ ദ സെല്ല് കേട്ടോ. വാക്യൂളിൻ്റെയും റൈബോസോമിൻ്റെയും ജോലി എന്താണെന്നൊന്ന് അറിഞ്ഞ് വെച്ചേക്കണേ. 19 എണ്ണമായിട്ടുണ്ട്. അടുത്തത് 20ാമത്തെ. ഇനി നമ്മൾ ആനിമൽ സെല്ല് ഉണ്ട്. ആനിമൽ സെല്ലിൽ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇതിൻ്റെ ഭാഗങ്ങൾ പടം വരച്ചൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇനി അടുത്തത് പ്ലാന്റ് സെല്ലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കിയേ, ഈ ആനിമൽ ഉള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ പ്ലാന്റ് സെല്ലിലുണ്ട് കേട്ടോ. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. നോക്കി എന്തൊക്കെയാണെന്ന് ഞാനിവിടെ മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. പാർട്ട് ഓഫ് എ പ്ലാന്റ് സെല്ല് നോക്കൂ നിങ്ങളെ. സെൽ വാള്, സെൽ മെംബ്രെയിൻ, കോശസ്തരം, സൈറ്റോപ്ലാസം കോശദ്രവ്യം, ക്ലോറോപ്ലാസ്റ്റ്, റൈബോസോം, ന്യൂക്ലിയസ്, വാക്യൂള്, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, മൈറ്റോകോൺട്രിയോൺ കേട്ടോ. എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയാൽ നമ്മുടെ ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ. അതിലില്ലാത്ത കാര്യങ്ങൾ ഇതിലുണ്ട്. എന്തൊക്കെ ഉണ്ടെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്
കേട്ടോ. ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ആനിമൽ സെല്ലാണ്. ഇനി നമ്മൾ പറയുന്നത് പ്ലാന്റ് സെല്ലിനെ കുറിച്ചാണ്. എന്തൊക്കെയുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കണേ. ആ പടം നല്ലതുപോലെ പഠിക്കണം. ഈ ആനിമൽ സെല്ലിന്റെയും പ്ലാന്റ് സെല്ലിന്റെയും പടം താണ്ടി ഇത് നല്ലതുപോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ ആണോ? സസ്യകോശം ജന്തുകോശങ്ങളിൽ നിന്നും എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു നോക്കണേ കുഞ്ഞുങ്ങളെ. മറ്റേതിൽ നിന്നും ഇത് എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ജന്തുകോശം അല്ലേ പറഞ്ഞത്, ഇതെന്താണ്? സസ്യകോശമാണ് അല്ലേ, പ്ലാന്റ് സെല്ല്. ഇതെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു കുഞ്ഞുങ്ങളെ? ഇതിനകത്തിലെ സെൽവാളുണ്ട് കേട്ടോ, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ഇത് രണ്ടും ഏതാണ്? പ്ലാന്റ് സെല്ലിനകത്തിൽ വരുന്നത്. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. മറ്റേതിനകത്തിൽ ഇത് രണ്ടും ഇല്ല കേട്ടോ. സെൽവാളും ഇല്ല. സെൽവാൾ അതിനകത്തിലുണ്ടായിരുന്നോ? ഇല്ല. സെൽ മെംബ്രെയിൻ ആയിരുന്നു അതിനകത്തിലുള്ള അല്ലേ. സെൽവാളില്ല, അതിന് ഭിത്തി ഇല്ല കേട്ടോ. പിന്നെ ക്ലോറോപ്ലാസ്റ്റും. ഈ കോശഭിത്തിയുടെ ധർമ്മം എന്തോ കുഞ്ഞുങ്ങളെ? സെൽവാളിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാ? പരീക്ഷയ്ക്ക് ചോദിക്കും. സെൽവാള് ഈ പടം തന്നില്ലേ, ദാണ്ട് ഇതിന്റെ ഈ ഭിത്തി, ദാണ്ട് ഈ പച്ച കണ്ടോ, ഡാർക്ക് പച്ച കണ്ടോ കുഞ്ഞുങ്ങളെ? ഡാർക്ക് പച്ച, അതിനെയാണ് നമ്മൾ എന്താ സെൽവാളെന്ന് പറയുന്നത് കേട്ടോ. ഈ സെൽവാളിന്റെ ഫംഗ്ഷൻ എന്താണെന്നറിയാമോ? പ്രൊട്ടക്ട് ദ സെല്ല്. ആ സെല്ലിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ ഇങ്ങനെ ഇരിക്കുന്ന ഈ സെല്ലിനെ സംരക്ഷിക്കുക എന്ന ജോലിയാണ് നമ്മുടെ സെൽവാളിൻ്റെത്. ഒന്ന് അറിഞ്ഞു വെച്ചേക്കണേ. കോശത്തെ സംരക്ഷിക്കുക അല്ലെങ്കിൽ പ്രൊട്ടക്ട് ദ സെല്ല്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? 22 അടുത്തത് 23ാമത്തെ ചോദ്യം. ഫങ്ഷൻസ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. നമ്മൾ ജന്തുവിലില്ലാത്ത 2 സസ്യത്തിലുള്ളത്. അത് എന്താ? സെൽവാളും ക്ലോറോപ്ലാസ്റ്റുമാണ്. ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ ഫങ്ഷൻ എന്താ? ക്ലോറോപ്ലാസ്റ്റ് നോക്കി അതിനകത്തിൽ തണ്ടി ക്ലോറോപ്ലാസ്റ്റ് തണ്ടി ഇതിനകത്തിൽ ഈ സാധനങ്ങളൊക്കെ കേട്ടോ, ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ അതെന്താണ്? ക്ലോറോപ്ലാസ്റ്റിന്റെ ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. പ്ലാന്റ്സിലെ ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ ആണോ നിങ്ങൾ? അത്രയും ഓക്കെ ആണല്ലോ. ഇനിയും അതിൻ്റെ തൊട്ട് താഴെ സിമിലാരിറ്റീസും ചോദിച്ചിട്ടുണ്ട്, ഡിഫറൻസും ചോദിച്ചിട്ടുണ്ട്. നിങ്ങളത് രണ്ടും കൂടി എങ്ങനെ പഠിക്കാനാണെന്ന് വിചാരിച്ച് ഞാനത് ഒറ്റയടിക്ക് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഏത് ചോദിച്ചാലും ഇതങ്ങ് എഴുതി വെച്ചേക്കണം കേട്ടോ. സിമിലാരിറ്റീസും ചോദിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ, ഡിഫറൻസും ചോദിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇതിനകത്തിലെ കുറേ കാര്യങ്ങൾ. അതായത് നോ സെൽവാള് ഏതാ? ആനിമൽ സെല്ലിൽ എന്താ കുഞ്ഞുങ്ങളെ? നോക്കിയേ, ഇല്ല എന്ന് ഓർത്തോണം. പക്ഷേ പ്ലാന്റ് സെല്ലിൽ എന്താണ്? കണ്ടെയ്ൻ സെൽവാള്. ആ 2 ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. എന്താണ്? അപ്പോൾ നോക്കിയോ കുഞ്ഞുങ്ങളെ, ആനിമൽ സെല്ലെന്ന് വെച്ചാൽ എന്താ? ജന്തുകോശം. പ്ലാന്റ് സെല്ല് ഞാൻ നോക്കിയാൽ ഒരുമിച്ച് എഴുതിയേക്കുക. ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും. ബോത്തെന്ന് വെച്ചാൽ എന്താ? രണ്ടും കേട്ടോ, രണ്ടും. അപ്പോൾ ആനിമൽ സെല്ലിൽ നോക്കിയേ, നോ സെൽവാളില്ല, നോ ക്ലോറോപ്ലാസ്റ്റ്. പക്ഷെ എന്തുവാ? പ്ലാന്റ് സെല്ലിൽ ഇത് രണ്ടും ഉണ്ട്. നമ്മളത് നേരത്തെ പഠിച്ചതാ. ബാക്കിയുള്ളതെല്ലാം ഉണ്ട് കേട്ടോ. ബാക്കി എന്താണ്? ഹൗ മെനി സ്മാൾ വാക്യൂൾ ഉണ്ട്. ന്യൂക്ലിയസ് ഈസ് പ്രസന്റ് അറ്റ് ദ സെന്റർ ഓഫ് ദ സെല്ല്. സെല്ലിന്റെ സെന്ററിൽ ആരുണ്ട്? നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ട്. ഇറഗുലർ ഷേപ്പാണ് ഇതിന് കേട്ടോ. ഇതിനേതാ കുഞ്ഞുങ്ങളെ? ഇറഗുലർ ഷേപ്പാണ് ആനിമൽ സെല്ലിന്. പക്ഷെ പ്ലാന്റ് സെല്ലിനുണ്ടല്ലോ ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഈ പ്രധാനപ്പെട്ടത് മാത്രം ഒന്ന് എഴുതി വെച്ചതേ ഉള്ളൂ. ഇപ്പം ആനിമൽ സെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? സെൽവാള്, കോശസ്ഥലം. ഇതിൻ്റെയൊക്കെ മലയാളമൊക്കെ ഞാൻ തന്നിട്ടുണ്ട് അപ്പുറത്ത് കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ ഞാൻ മലയാളം എഴുതിയില്ല കുഞ്ഞുങ്ങളെ കേട്ടോ, അത് മറന്നു പോയതാണ്. ഇത് കാണുമ്പം തന്നെ മുമ്പ് പറഞ്ഞില്ലേ, സെൽവാള് അല്ലേ, കോശഭിത്തി ആനിമൽ സെല്ലിനില്ല. അതായത് ജന്തുകോശത്തിന് സെൽവാളില്ല, ക്ലോറോപ്ലാസ്റ്റ് ഇല്ല. പിന്നെ ഹൗ മെനി സ്മാൾ വാക്യൂൾസ് ഉണ്ട്. പിന്നെ ഉണ്ടെന്നാണ് സ്മാൾ വാക്യൂൾസ് അല്ലേ, ഫേനം അല്ലേ, വാക്യൂൾസ് എന്ന് വെച്ചാൽ ഫേനം ഉണ്ട്. ന്യൂക്ലിയസ് ഈസ് പ്രസന്റ് അറ്റ് ദ സെന്ററിൽ എന്താ? ന്യൂക്ലിയസ് ഉണ്ട്. ഇറഗുലർ ഷേപ്പാണ് ഇതിന്. പിന്നെന്താ? ലൈസോസോം ഉണ്ട്. ഇത് ഇത്ര എന്താ ഉള്ളത്, ഇല്ലാത്തതും 2 ഇതിനകത്ത് ഇല്ലാത്തത്. അതൊന്ന് മനസ്സിലാക്കണം കേട്ടോ. പിന്നെ പ്ലാന്റ് സെല്ലിലോ ഡെഫിനിറ്റ് ഷേപ്പാണ്. പിന്നെ എന്തൊക്കെയുണ്ട്? സെൽവാളുണ്ട്, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, ലാർജ് സെൻട്രൽ വാക്യൂളാണ് ഇവിടെ കേട്ടോ. ഇവിടെ ചെറിയ വാക്യൂളാവും കേട്ടോ. അതൊന്ന് ഓർത്തോണ്ടേ കുഞ്ഞുങ്ങളെ. ഇവിടെ സ്മാൾ വാക്യൂളാണ് നമ്മുടെ ആനിമൽ സെല്ലിനകത്തിൽ. എന്ന് വെച്ചാൽ ഫേനം ചെറുതാണ്. ഇവിടെ കുഞ്ഞുങ്ങളെ ഇവിടുത്തെ വാക്യൂൾ ഫേനം വലുതാണ് കേട്ടോ. ആ പടം കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. ഫേനം അല്ലെ വാക്യൂള് പ്ലാന്റ് സെല്ലിൽ വലുതും ഇവിടെ ചെറുതുമാണ് കേട്ടോ. ഇതൊന്ന് മനസ്സിലാക്കണേ. ഇനി 2 ഉള്ളത് ഏതാ? ന്യൂക്ലിയസ് 2 ഉണ്ട്, സെൽ മെംബ്രെയിൻസ് 2 ഉണ്ട്, മൈറ്റോകോൺട്രിയ 2 ഉണ്ട്. അതുപോലെ തന്നെ ഗോൾജി അപ്പാർട്ടസ്, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, റൈബോസോം, ഇതെല്ലാം എന്താ? 2 ഉണ്ട്. ഇതിലും ഉള്ളത് 2 കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? അതങ്ങ് എടുത്ത് പഠിക്കണം കേട്ടോ. ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലിൻ്റെ സംബന്ധിച്ച് സിമിലാരിറ്റി ചോദിച്ചാലും ഡിഫറൻസ് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും ഇത് അങ്ങ് മനസ്സിലാക്കി എഴുതുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ ആണോ?
എഴുതിയെടുക്കണേ കേട്ടോ, വെറുതെ നോക്കിയിരിക്കില്ല എൻ്റെ കുഞ്ഞുമക്കളെ, എഴുതിയെടുക്കണേ. വളരെ ഇമ്പോർട്ടൻറ്റും പഠിക്കാൻ എളുപ്പം നല്ലൊരു ചാപ്റ്ററുമാണിത് കേട്ടോ. അടുത്ത നമ്മുടെ ഇപ്പം നമ്മൾ അതിൻ്റെ സിമിലാരിറ്റീസ് കഴിഞ്ഞു. ഇനി നമ്മൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ. ഏതാണ്ട് ലെറ്റ്സ് കൺസ്ട്രക്ട് സെൽ മോഡലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിലൊന്നും ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടില്ല. അതാണ് ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് വെള്ള ചാർട്ട് പേപ്പറും ബുത്തുകളും നിറത്തിലുള്ള നൂലുകളും ഒക്കെ എടുത്തിട്ട് ഉണ്ടാക്കാൻ, അതൊക്കെ പഠിക്കാൻ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതിനകത്തിലൊന്നും പഠിക്കാനായിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ നോട്ട് അത്രയും സമയം നമുക്ക് ലാഭിച്ചത് കേട്ടോ. ഇനി അടുത്തത് നോക്കിക്കേ, ഇപ്പുറത്തെ പേജിൽ നോക്കി സ്മാൾ ബിൽഡിംഗ് ബ്ലോക്ക് യൂസ്ഡ് ഫോർ എ സ്മാൾ ബിൽഡിംഗ് ആർ എ ലാർജ് ബ്ലോക്ക് ഫോർ എ ലാർജ് ബിൽഡിംഗ്. ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടൊന്നുമില്ല. ഓക്കെ, ചെറിയ കെട്ടിടങ്ങൾക്ക് ചെറിയ കട്ടയും വലിയ കെട്ടിടങ്ങൾക്ക് വലിയ കട്ടയുമാണോ നിർമ്മാണത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? ആണോ കുഞ്ഞുങ്ങളെ? ചെറിയ ബിൽഡിങ്ങിന് ചെറിയ കട്ടയാണോ? അങ്ങനൊന്നും അല്ല അല്ലേ. ഒരേ വലിപ്പമുള്ള കട്ടകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചെറിയ വീടുണ്ടാക്കാൻ കട്ടകളുടെ എണ്ണത്തിന് മാത്രം കുറവ് വരത്തേ ഉള്ളൂ അല്ലേ. വലിയ വീടുണ്ടാക്കാനോ കൂടുതൽ കട്ടകൾ വേണം. അതുപോലെയാണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ വലിപ്പം കൂടുന്നത് കൊണ്ടല്ല, മറിച്ച് അവയുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് നമ്മൾ വളരുന്നത് കേട്ടോ. നമ്മൾ വളരുന്നത് എങ്ങനെയാണെന്നൊരു ചോദ്യം ഉണ്ടോ നിങ്ങൾ കേട്ടോ. എന്താ? വി ഗ്രോ നോട്ട് ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് ദ സെൽ അവർ ബോഡി ബട്ട് ബിക്കോസ് ഓഫ് ദീസ് ഇൻക്രീസ് ഇൻ ദെയർ നമ്പർ. എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ, നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ വലിപ്പം ഇങ്ങനെ, നമ്മളിപ്പോൾ കോശങ്ങളെ കുറിച്ചല്ലേ പഠിക്കുന്നത്, അതിൻ്റെ വലിപ്പം കൂടുന്നത് കൊണ്ടല്ല എന്താ നമ്മൾ വളരുന്നത്. പിന്നെയോ അവയുടെ എണ്ണങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ എണ്ണങ്ങൾ കൂടി വരുന്നത് കൊണ്ടാണ് എന്താ നമ്മൾ വളരുന്നത്. ജീവികൾ തമ്മിലുള്ള വലിപ്പ വ്യത്യാസത്തിന് കാരണം കോശങ്ങളുടെ എണ്ണത്തിൻ്റെ വ്യത്യാസമാണ് കേട്ടോ. അതുപോലെ തന്നെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. നമ്മുടെ ശരീരത്തിന് എല്ലാ ഭാഗത്തും ഒരേ തരം കോശങ്ങൾ തന്നെ ആയിരിക്കുമോ കുഞ്ഞുങ്ങളെ? എല്ലാ സ്ഥലത്തും ഒരേ കോശങ്ങൾ തന്നെ ആയിരിക്കുമോ? അല്ല, അല്ലയോ? നമ്മുടെ കയ്യിലോ ഇത് പലതരത്തിലുണ്ട്. ഇനി അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. നോക്കിക്കേ, കോശങ്ങൾ പലതരമുണ്ട്. ഈ കുട്ടികളുടെ നമ്മുടെ ശരീരത്തിൽ ഇവിടെ ഉള്ള കോശങ്ങൾ പോലെയാണോ ഇവിടെയൊക്കെ ഉള്ളതെന്ന് നമ്മളോട് ചോദിച്ചേക്കുക? അല്ല അല്ലേ. എന്ന് വെച്ചാൽ കുട്ടിയുടെ സംശയ ന്യായമാണ്. കണ്ണും കാലും കൈയും എല്ലാം ശരീരഭാഗങ്ങളാണ് നമ്മുടെ. പക്ഷേ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ ഇനം കോശങ്ങളാണോ കുഞ്ഞുങ്ങളെ നമുക്ക് കാണപ്പെടുന്നത്? നമുക്ക് അതിനെക്കുറിച്ചാണ് ഇനിയും നോക്കേണ്ടത്. നോക്കൂ കുഞ്ഞുങ്ങളെ, ബ്ലഡ് സെല്ല് അതെ, കോശങ്ങളുടെ ബ്ലഡ് സെല്ലിൻ്റെ ആകൃതി നോക്കിയേ. ബ്ലഡ് വെസൽസ് ഉണ്ടോ? ബ്ലഡിനകത്തിലേ കണ്ടോ, നമ്മൾ കൈ മുറിയുമ്പോൾ നമ്മൾ ചുമന്ന നിറത്തിലുള്ള വെള്ളം പോലെ അല്ലേ ബ്ലഡ് നമ്മൾ ഇതിനകത്തെ സാധനങ്ങളായി കാണുന്നത്. ബ്ലഡ് സെൽസ് എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നെർവ് സെൽസ് ഉണ്ട്. സെല്ലുകൾ ഏതൊക്കെയാ? ബ്ലഡ് സെൽസ്, രക്തകോശങ്ങൾ, രക്തത്തിലെ കോശങ്ങളാണിത്. നെർവ് സെൽസ് എന്ന് വെച്ചാൽ നമ്മുടെ നാഡീ കോശങ്ങളാണിത്. പിന്നെ മസിൽ സെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പേശി കോശങ്ങളാണ് ഇത് കേട്ടോ. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ? നോക്കിക്കേ, അതിൻ്റെ നോക്കൂ കുഞ്ഞുങ്ങളെ, നമ്മുടെ നോക്കിക്കേ, ഡൈവേഴ്സിറ്റി എമംഗ് സെൽസ്. ദ ഹ്യൂമൻ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് കേട്ടോ. ദർ ആർ എബൌട്ട് 200 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് കേട്ടോ. സച്ച് ആസ് നെർവ് സെൽസ്, ബ്ലഡ് സെൽസ്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലേ, നെർവ് സെൽസ് ഉണ്ട്, ബ്ലഡ് സെൽസ് ഉണ്ട്, മസിൽ സെൽസ് ഉണ്ട്, എക്സെട്ര. ഫങ്ഷൻസ് ഓഫ് ഓൾ ദീസ് ആർ നോട്ട് ദ സെയിം. ദർ ഷേപ്ഡ് ആൾസോ വേരി അല്ലേ. അതായത് കോശങ്ങളിലെ വൈവിധ്യം എന്നാണ്. മനുഷ്യ ശരീരം വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ്. നാഡീകോശങ്ങൾ, പേശി കോശങ്ങൾ, രക്തകോശങ്ങൾ എന്നിങ്ങനെ 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങൾ നമുക്കുണ്ട്. ഇവയുടെ എല്ലാം ധർമ്മങ്ങൾ ഒരുപോലെയല്ല കേട്ടോ. ഈ ഓരോ കോശങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞത്, ഇവരുടെ എല്ലാം ജോലി ഒരുപോലെയല്ല. ആകൃതിയിലും വലിപ്പത്തിലും ഒക്കെ ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? ഇനി നമ്മൾ പഠിക്കുന്നത് ടിഷ്യൂ. എന്താ? ടിഷ്യൂവിനെ കുറിച്ചാണ്. ടിഷ്യൂവിൻ്റെ മലയാളം എന്താ? കലകൾ. സെൽസ് ദാറ്റ് ആർ സിമിലർ ഇൻ ഷേപ്പ് ആൻഡ് പെർഫോം ദ സെയിം ഫങ്ഷൻസ് ആർ കളക്റ്റീവ്ലി കാൾഡ് ടിഷ്യൂസ്. സെൽസ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടോ, 2 മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ട് ചോദിക്കാം. എന്താണ് ഈ ടിഷ്യൂ? ടിഷ്യൂ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? കലകൾ എന്ന് വെച്ചാൽ നമ്മുടെ ഈ സെല്ലുകൾ ചേരുന്നതാണ്. സെല്ലുകൾ കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ടിഷ്യൂ അല്ലെങ്കിൽ കലകൾ ഉണ്ടാകുന്നത്. സെൽസ് ദാറ്റ് ആർ സിമിലർ ഇൻ ഷേപ്പ് ആൻഡ് പെർഫോംസ് ദ സെയിം ഫങ്ഷൻസ് ആർ കളക്റ്റീവ്ലി കാൾഡ് ടിഷ്യൂസ്. സമാനമായ ആകൃതിയുള്ളവയും ഒരേ ധർമ്മം നിർവഹിക്കുന്നതുമായ കോശങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ കലകൾ എന്ന് വിളിക്കുന്നത്. ഈ ടിഷ്യൂസ് ഓഫ് ടിഷ്യൂ, നമ്മളിപ്പോൾ സെല്ല് പലതുണ്ടെന്ന് പറഞ്ഞല്ലേ. നെർവ് സെല്ല്, ബ്ലഡ് സെല്ല്, മസിൽ സെല്ല്, നാഡീകോശങ്ങൾ, പേശി കോശങ്ങൾ, രക്തകോശങ്ങൾ, വേറെ ഒത്തിരി ഉണ്ട്. നിങ്ങൾക്ക് ആ 3 കാര്യം പറയുന്നുള്ളൂ. സെല്ലിൻ്റെ കാര്യം പറയുന്നത് പോലെ തന്നെ കുഞ്ഞുങ്ങളെ ടിഷ്യൂവിൻ്റെ കാര്യം പറയുന്നത്. പലതരത്തിലുള്ള ടിഷ്യൂസ് ഉണ്ട്. അതായത് സ്കിൻ ഈസ് ദ പാർട്ട് ദാറ്റ് കവർ ഇൻ പ്രൊട്ടക്റ്റ് ദ ബോഡി ഓഫ് ആനിമൽസ്.
കേട്ടോ. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ്. പിന്നെയോ ദീസ് ആർ ദ എപ്പിത്തീലിയൻ ടിഷ്യൂസ്. എപ്പിത്തീലിയൻ, ഈ ടിഷ്യൂവിൻ്റെ പേരൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയല്ലേ. എപ്പിത്തീലിയൻ ടിഷ്യൂസ്. ബോഡി ഹാസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ലൈക്ക് നെർവ്സ് ടിഷ്യൂസ് ആൻഡ് മസ്കുലാർ ടിഷ്യൂസ്. മനസ്സിലായോ? കലകൾ, ടിഷ്യൂസ് എന്ന് വെച്ചാൽ കലകൾ പലതരമുണ്ട് അല്ലേ. എന്താ, സ്കിൻ ഈസ് ദ പാർട്ട് ദാറ്റ് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ ബോഡി ഓഫ് ആനിമൽസ്. ജന്തുക്കളിൽ ശരീരം പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഭാഗത്തിനെ നമ്മൾ എന്ത് പറയുന്നു? സ്കിൻ എന്നല്ലെങ്കിൽ ത്വക്കെന്നാണ് പറയുന്നത് കേട്ടോ. സ്കിൻ അല്ലെങ്കിൽ ത്വക്കെന്നാണ് നമ്മൾ പറയുന്നത്. സ്കിന്ന് അല്ലെങ്കിൽ ത്വക്ക് എന്താ, നമ്മുടെ ശരീരം പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഭാഗമാണ്. ഇത് കോശങ്ങളുടെ തന്നെ ഒരു കൂട്ടായ്മയാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെല്ല്. കോശങ്ങളുടെയൊക്കെ ഒരു കൂട്ടായ്മയാണ്. ദെയർ ആർ ദ എപ്പിത്തീലിയൻ ടിഷ്യൂ. ഇവയെ നമ്മൾ ആവരണ കല, നമ്മുടെ ഇങ്ങനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് കൊണ്ട് അതിനെ എന്ത് പറയുന്നു? എപ്പിത്തീലിയൻ ടിഷ്യൂ അല്ലെങ്കിൽ ആവരണ കല എന്നാണ് പറയുന്നത്. നാഡി, പിന്നെയോ ബോഡി ഹാസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂ. നമ്മുടെ ശരീരത്തിൽ അല്ലെ ബോഡിയിൽ നാഡീകോശങ്ങൾ കൂടി ചേർന്നിട്ട് എന്തുണ്ടാകുന്നു? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നാഡീകലകളും നെർവ്സ് ടിഷ്യൂസും മസ്കുലാർ ടിഷ്യൂസും. നമ്മുടെ ടെസ്റ്റിൽ പാഠം കൊടുത്തിട്ടുണ്ട്. മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ ആവരണം അല്ലെ, എപ്പിത്തീലിയൻ ടിഷ്യൂ എന്ന് വെച്ചാൽ അത് ഇങ്ങനെ ഇരിക്കും. നാഡീകലകൾ കേട്ടോ. ഇത് നല്ല ആക്സോൺ, ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ് ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. പേശി കലകളുണ്ട്, പേശികളുടെ കേട്ടോ. അതിനെക്കുറിച്ച് നമ്മുടെ ടെസ്റ്റിലുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂസ്, നെർവ് ടിഷ്യൂസ് ഉണ്ട്, മസ്കുലാർ ടിഷ്യൂസ് ഉണ്ട് കേട്ടോ. അതിനകത്തില് നെർവ് ടിഷ്യൂസ് ആർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് നെർവ് സെല്ലാവും ഞങ്ങൾ കേട്ടോ. എന്ന് വെച്ചാൽ എന്താ, ഈ നാഡീ കോശങ്ങൾ കൂടി ചേർന്നതാണ്. നാഡീ കോശങ്ങളെല്ലാം കൂടെ കൂടിച്ചേർന്ന് നാഡീ കലകൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ എന്താണ്, പേശി കോശങ്ങളെല്ലാം കൂടെ ചേർന്ന് എന്താ, പേശി കലകളെല്ലാം കൂടെ ചേർന്നിട്ട് പേശി കോശങ്ങളും ഉണ്ടാകുന്നു എന്നതാണ് കേട്ടോ. ജന്തുക്കളിൽ ശരീരം പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഭാഗമാണ് ത്വക്ക്. ഇത് കോശങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഇതിനെ നമ്മൾ എപ്പിത്തീലിയൻ ടിഷ്യൂസ് അല്ലെങ്കിൽ ആവരണ കലകൾ എന്ന് പറയുന്നു. നാഡീ കോശങ്ങൾ കൂടിച്ചേർന്ന്, നിങ്ങളതൊന്ന് നോക്കണേ കുഞ്ഞുങ്ങളെ, ഈ വരി, അതായത് നെർവ് ടിഷ്യൂസ് ആർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് നെർവ് സെല്ല് എന്ന് വെച്ചാൽ നാഡീകോശങ്ങൾ കൂടിച്ചേർന്ന് നാഡീകലകളും. പിന്നെയോ മസ്കുലർ ടിഷ്യൂസ് ആർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് മസിൽ സെല്ല്. പേശി കോശികൾ കൂടിച്ചേർന്ന് പേശി കലകൾ എന്നിങ്ങനെ പലതരം നമുക്ക് എന്തോ ടിഷ്യൂസ് അല്ലെങ്കിൽ കലകൾ നമ്മുടെ ശരീരത്ത് ഉണ്ടെന്നാണ് കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ ഇനി നമുക്ക് ഓർഗനെ കുറിച്ചാണ്. എന്താ ഈ ഓർഗൻസ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, അവയവങ്ങൾ. അപ്പം സെല്ലുകൾ കൂടിച്ചേർന്ന് എന്തോ ഉണ്ടാവുന്നു? ടിഷ്യൂസ്. നമ്മൾ ഫസ്റ്റ് ടിഷ്യൂ സെല്ലാണ് പഠിച്ചത്. സെല്ല് ആര് കണ്ടുപിടിച്ചു, ഏതൊക്കെ സെല്ല് എങ്ങനെയൊക്കെയാണെന്നെല്ലാം പഠിച്ച് വന്ന് ടിഷ്യൂ പഠിച്ചു. സെല്ലുകളെല്ലാം കൂടെ കൂടിച്ചേർന്നാവും നിങ്ങളെ ടിഷ്യൂസ്. ഈ ടിഷ്യൂസുകളെല്ലാം കൂടെ ചേർന്ന് എന്താവുന്നറിയോ? ഓർഗൻ, അവയവങ്ങൾ. ഡിഫറെൻറ്റ് ടിഷ്യൂസ് ഫങ്ഷൻസ് ടുഗദർ ടു ഫോം ഓർഗൻസ് കേട്ടോ. ലിവറും ഹാർട്ടും ഒക്കെ അങ്ങനെ ഉണ്ടായതാണ്. കലകൾ ചേർന്ന് വിവിധ അവയവങ്ങൾ നമുക്ക് ഉണ്ടാകുന്നു. അങ്ങനെ ടിഷ്യൂസുകളെല്ലാം കൂടെ ചേർന്നതാണ് ഓർഗൻ അല്ലെങ്കിൽ അവയവങ്ങൾ. കരളും ഹൃദയവും ഒക്കെ അങ്ങനെ ഉണ്ടായതാണ് കേട്ടോ. ഇനി ഓർഗൻ സിസ്റ്റമോ, അവയവ വ്യവസ്ഥ ഏതൊക്കെയാവും നിങ്ങളെ? ഇപ്പം ലങ്സ്, ട്രാക്യ, നോസ്ട്രിൽസ്. ട്രക്യ ശ്വാസനാളത്തിൻ്റെ ഇംഗ്ലീഷ് കേട്ടോ. ലങ്സ് ശ്വാസകോശം, ട്രക്യ ശ്വാസനാളം, നോസ്ട്രിൽസ് നാസാരന്ധ്രം. ഒന്ന് പറയാൻ പഠിക്കണേ, നാസാരന്ധ്രം കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ അത്രയും നമ്മുടെ ടെസ്റ്റിനകത്തിൽ ആ പാഠം ഉൾപ്പെടാണ്ട് ഇത് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ കണ്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. അതിൻ്റെ തൊട്ട് താഴെ വ്യത്യസ്ത അവയവങ്ങൾ, ഏകോപനത്തിൻ്റെ പ്രവർത്തന അവയവങ്ങളായ ശ്വാസകോശ അവയവമാണ്. ഇതുപോലെ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ലങ്സ്, നമ്മുടെ ഈ പറഞ്ഞ ഇപ്പോൾ ലങ്സ് എന്ന് പറയുന്ന ഒരു ഓർഗനാണ് അല്ലേ. ശ്വാസകോശം ഒരു അവയവമാണ്. അതുപോലെ തന്നെ നോസ്ട്രിൽസും ട്രക്കിയയും ഒരു ഓർഗനാണ്. ഇങ്ങനെ ഓർഗനുകളൊക്കെ ഇങ്ങനെ ചേർന്നില്ലേ. നാസാരന്ധ്രങ്ങളും ശ്വാസനാളവും അവയവങ്ങളാണ്. ടുഗദർ ദേ ഫോം ദ റെസ്പിറേറ്ററി സിസ്റ്റം. ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ വരുന്നതിനെ നമ്മൾ ശ്വസന വ്യവസ്ഥ എന്ന് പറയുന്നു. ലങ്സും ട്രക്കയും നോസ്ട്രിൽസും ഒക്കെ ചേർന്ന് എന്താ ഉണ്ടാകുന്നു നിങ്ങളെ? ഒരു ശ്വസന വ്യവസ്ഥ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ടാകുന്നു കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടി കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. ഈ പാഠം കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നോക്കൂ നിങ്ങളെ, സെല്ല് അല്ലേ, കോശങ്ങൾ കണ്ടോ. ഈ കോശങ്ങൾ ചേർന്ന് കലകൾ, ടിഷ്യൂസ് ഉണ്ടാകുന്നു. ടിഷ്യൂ ചേർന്ന് അവയവങ്ങൾ, ഓർഗൻ ഉണ്ടാകുന്നു. ഈ ഓർഗൻ ചേർന്ന് ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഓർഗാനിസം, ജീവികൾ ഉണ്ടാകുന്നു
കണ്ടോ, ഇതൊന്ന് ആ ഓർഡർ തിരിഞ്ഞു പോകല്ലേ, കറക്റ്റായിട്ട് പഠിക്കണം. സെല്ല്, കോശം, ടിഷ്യൂ, കലകള്, ഓർഗൻസ് ഉണ്ടാകുന്നു, ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നു, ഓർഗാനിസം ഉണ്ടാകുന്നു. കേട്ടോ, അതൊന്ന് നല്ലപോലെ ഈ ഓർഡർ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ, തിരിഞ്ഞു പോകല്ലേ. അപ്പം ചെറിയ കോശങ്ങളിൽ നിന്നും ജീവിതയാത്ര തുടങ്ങി ഇവിടെ വരെ നമ്മൾ എത്തിയത് ഒരു ജീവി. സെല്ലാണ് നമ്മൾ ആദ്യമേ തുടങ്ങിയത്. ടിഷ്യൂ പറഞ്ഞു, ടിഷ്യൂവിൽ നിന്ന് ഓർഗൻ, ലങ്സും ഒക്കെ ഓർഗനുകളാട്ടോ, ലങ്സ്, ഹാർട്ടും ഒക്കെ. അതിൽ നിന്നും വ്യവസ്ഥകളായ ഏതൊക്കെ വ്യവസ്ഥകൾ നമ്മൾ ശ്വസന വ്യവസ്ഥ അല്ലേ, അങ്ങനെ കുറേ വ്യവസ്ഥകളെ, അവയവ്യവസ്ഥകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നെ രക്തപര്യന വ്യവസ്ഥയുണ്ട് കേട്ടോ, ബ്ലഡിൻ്റെ രക്തപര്യന വ്യവസ്ഥയൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങളെ. പിന്നെ നമ്മൾ അങ്ങനെ ജീവിയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ നമ്മുടെ ആ ടെസ്റ്റിനകത്തിൽ. അത്രയും പ്രധാനപ്പെട്ട അത്രയും ക്വസ്റ്റ്യൻ ആൻസറുകളാവും കുഞ്ഞുങ്ങളെ. ഇനി നമുക്ക് അതിൻ്റെ വിലയിരുത്താം എന്നതിൽ ചോദ്യമുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. നിങ്ങൾക്ക് അതിനായിട്ട് ഇനി നിങ്ങൾ നോക്കൂ കുഞ്ഞുങ്ങളെ. ഒന്നാമത്തത്, സം സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു സെൽസ് ആർ ഗിവൺ, ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കോശങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നുണ്ട്, ശരിയല്ലാത്തത് ഏതെല്ലാമാണ്? നോക്കൂ കുഞ്ഞുങ്ങളെ. ആൾ സെൽസ് ഹാവ് എ സെൽ വാള്. എല്ലാ കോശങ്ങളിലും കോശഭിത്തി ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഉണ്ടോ? ഇല്ല. നോ. ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഇല്ല കേട്ടോ, നോയാണ്. പ്ലാന്റ് സെല്ല് ഹാവ് സെൽ വാൾ. പ്ലാന്റ് സെല്ലിൽ മാത്രമേ സെൽ വാൾ ഉള്ളൂ. നമ്മളിപ്പോൾ കുറേ പഠിച്ചു അല്ലേ, പ്ലാന്റ് സെല്ലിൽ മാത്രമേ എന്തുള്ളൂ? സെൽ വാൾ ഉള്ളൂ. ആനിമൽ സെല്ലിൽ ഡു നോട്ട് ഹാവ്. നിങ്ങൾ മലയാളം മീഡിയക്കാർ എങ്ങനെ എഴുതണം കുഞ്ഞുങ്ങളെ? എല്ലാ കോശങ്ങളിലും കോശഭിത്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ജന്തു കോശങ്ങളിൽ മാത്രമേ സെൽവാള് അല്ലേ, സെൽവാളെന്ന് വെച്ചാൽ കോശസ്തരമാണെന്ന് തോന്നുന്നു അല്ലേ, കോശസ്തരമുള്ളൂ. ആനിമൽ സെല്ലിൽ ഇത് ഇല്ല കേട്ടോ. സെൽവാൾ എന്ന് വെച്ചാൽ കോശഭിത്തിയാണ്, കോശഭിത്തി ഉള്ളൂ കേട്ടോ. കോശഭിത്തി എന്തോത്തിലാവും കുഞ്ഞുങ്ങളെ? ജന്തു കോശത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അതങ്ങ് എഴുതിക്കോട്ടെ മലയാളം മീഡിയക്കാര്. ഇനി രണ്ടാമത്തെ, ഓൾ സെൽസ് ഹാവ് എ സെൽ മെംബ്രെയിന്. എല്ലാ കോശങ്ങളിലും കോശസ്തരമുണ്ടോ? ഉണ്ട്. യെസ്, ഉണ്ട്. ഓൾ സെൽസ് ഹാവ് ക്ലോറോപ്ലാസ്റ്റ്. എല്ലാ കോശങ്ങളിലും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഇല്ല. അത് മുമ്പ് ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. പ്ലാന്റ് സെല്ല് ഹാവ് ക്ലോറോപ്ലാസ്റ്റ്. ഈ സെയിം ഇത് തന്നെ കേട്ടോ, ക്ലോറോപ്ലാസ്റ്റ്. ആനിമൽസിൽ ക്ലോറോപ്ലാസ്റ്റ്. നമ്മളത് ഒത്തിരി വട്ടം പറഞ്ഞല്ലേ. ഇതിലില്ലാത്തത് ഈ രണ്ടെണ്ണേ ഉള്ളൂ, ക്ലോറോപ്ലാസ്റ്റും സെൽവാൾ കേട്ടോ. ഇനി ആൾ സെൽസ് ഹാവ് സൈറ്റോപ്ലാസം. എല്ലാത്തിലും കോശദ്രവ്യം, സൈറ്റോപ്ലാസം എന്ന് വെച്ചാൽ കോശദ്രവ്യം ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഉണ്ട് കേട്ടോ. രണ്ടെണ്ണത്തിലും കോശദ്രവ്യം ഉണ്ട്. അതിന്റെ തൊട്ട് താഴെ രണ്ടാമത്തെ, റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. പ്ലാന്റ്സ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ല്. ആനിമൽ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ സെല്ല്. വാട്ട് കൺക്ലൂഷൻസ് ക്യാൻ ബി ഡ്രോൺ ഫ്രം ദി സ്റ്റേറ്റ്മെന്റ്? കുഞ്ഞുങ്ങളെ, തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിങ്ങൾ വായിക്കൂ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ ജന്തു ശരീരവും കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഈ പ്രസ്താവനയിൽ നിന്ന് എത്തിച്ചേരാവുന്ന നിഗമനം താഴെ ഏതാ കൊടുത്തിട്ടുള്ളതെന്ന് നോക്കിയേ. There are no diversity among the cells of living organism. എന്ന് വെച്ചാൽ ജീവജാലങ്ങളുടെ കോശങ്ങളിൽ വൈവിധ്യം ഇല്ല എന്നാണ്. അങ്ങനെയില്ല. സെൽസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഓൾ തിങ്സ്. എല്ലാ വസ്തുക്കളുടെയും നിർമ്മാണ ഘടകം എല്ലാ വസ്തുക്കളുടെയും നിർമ്മാണ ഘടകം കോശങ്ങളാണെന്ന് ആണോ? അല്ല. സെൽസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓൾ ലിവിങ് ഓർഗാനിസം. ജീവനുള്ള എല്ലാ വസ്തുക്കളും അല്ലേ കുഞ്ഞുങ്ങളെ, എല്ലാ ജീവജാലങ്ങളുടെയും നിർമ്മാണ ഘടകം ഇവിടെ കൊടുത്തിരിക്കുന്ന വസ്തുക്കളുടെയാണ് കേട്ടോ. ഓൾ തിങ്സ് ആണ് കുഞ്ഞുങ്ങളെ, അവിടെ തിരിഞ്ഞു പോകല്ലേ. ഓൾ തിങ്സ് എന്ന് വെച്ചാൽ എല്ലാ വസ്തുക്കളുടെയും സെല്ലുണ്ടോ? എല്ലാ വസ്തുക്കളിലും ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഇല്ല. ജീവനുള്ള വസ്തുക്കളിലെ എന്തോ ഉള്ളൂ കുഞ്ഞുങ്ങളെ? സെല്ലുള്ളൂ. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇവിടെ ചോദ്യം തിരിഞ്ഞു പോകല്ലേ. ഇത് ഓൾ തിങ്സ്, സാധനങ്ങളെല്ലാം. ഇപ്പം നമ്മൾ നമ്മുടെ ഈ ബുക്ക്, പേന, ഇതിലൊക്കെ സെല്ലുണ്ടോ? ഇല്ല. ലിവിങ് തിങ്സിൽ മാത്രമേ എന്തോ ഉള്ളൂ കുഞ്ഞുങ്ങളെ? സെല്ലുള്ളൂ കേട്ടോ. ഇവിടെ ഭയങ്കര മഴ. പിന്നെ ഓർഗൻ സിസ്റ്റം ഈസ് ആൻ ആനിമൽ ബോഡി ആൻഡ് പ്ലാന്റ് ബോഡി ആർ അത് നമുക്ക് വേണ്ട. നമ്മളോട് ചോദിച്ചാൽ ഇത് മാത്രമേ ഉള്ളൂ. അടുത്ത മൂന്നാമത്തെ, അറേഞ്ച് ദ സീക്വന്റൽ ഓർഡർ എന്ന് വെച്ചാൽ ക്രമമായിട്ട് എഴുതാനാണ് നമ്മളോട് ചോദിച്ചത്. നമ്മൾ പറഞ്ഞതാണ്. ഫസ്റ്റ് എൻ്റെ കുഞ്ഞുങ്ങളെ തെറ്റിക്കല്ലേ, സെല്ലാണ് കേട്ടോ. ഭയങ്കര മഴയോ കുഞ്ഞുങ്ങളെ ഇവിടെ കേട്ടോ. ഞങ്ങൾ പത്തനംതിട്ട ജില്ലയ്ക്ക് ഭയങ്കര മഴയാണ്. നാളെ അവധിയാണോ? സെല്ല് അല്ലേ, ഫസ്റ്റ് സെല്ലാണ്. സെല്ലിൽ നിന്നും ടിഷ്യൂ ഉണ്ടാകുന്നു, ടിഷ്യൂവിൽ നിന്നും ഓർഗൻ ഉണ്ടാകുന്നു, ഓർഗനിൽ നിന്നും ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നു. അങ്ങനെയാണ് നമുക്ക് ഒരു ജീവി, ഓർഗാനിസം ഉണ്ടാകുന്നത് കേട്ടോ. ഓർഗാനിസം അതായത് മലയാളം മീഡിയക്കാരെന്താവും നിങ്ങളെ? കോശങ്ങളിൽ നിന്നും ഓർഗൻ എന്ന് വെച്ചാൽ അവയവം കേട്ടോ. ഇത് കറക്റ്റ് ഓർഡറിൽ എഴുതണേ. കോശങ്ങളിൽ നിന്നും അവയവം കോശങ്ങളിൽ നിന്നും ടിഷ്യൂ ഉണ്ടാകുന്നു, കലകൾ ഉണ്ടാകുന്നു, കലകളിൽ നിന്നും ഓർഗൻ ഉണ്ടാകുന്നു, ഓർഗനിൽ നിന്നും പിന്നെ ഓർഗൻ സിസ്റ്റം, അവയവ വ്യവസ്ഥ ഉണ്ടാകുന്നു, അതിൽ നിന്നും നമ്മൾ ജീവി ഉണ്ടാകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും മതി നിങ്ങളെ ഈ ചാപ്റ്റർ മൊത്തം. ബാക്കി ഒരു യൂണിസെല്ലുലാറിൻ്റെ ഒക്കെ മൾട്ടി സെല്ലുലാറിൻ്റെയാണ്. അത് ഏകകോശ ജീവികളുടെ കോശം ചെറുതും ബഹുകോശങ്ങളുടെ കോശം
വലുതുമാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ആ യൂണിസെല്ലുലാറൊക്കെ അങ്ങ് എഴുതി വെച്ചാൽ മതി, എഴുതാതിരിക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നിങ്ങളെ. എൻ്റെ ആ ചാപ്റ്റർ നമ്മൾ തീർന്നു. നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ. ഞാനിപ്പോൾ 1 മണിക്കൂറോളം ഈ ക്ലാസ് ഒറ്റയടിക്ക് നമ്മൾ എടുത്ത് തീർത്തിരിക്കുകയാണ്. നിങ്ങളുടെ കമൻ്റ് ആണ് എന്നെ ഓരോ ചാപ്റ്ററിലോട്ടും ഇപ്പോൾ ഇതുവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. മാത്സിൻ്റെയും സോഷ്യലും സയൻസും നോക്കാവുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ എല്ലാ പാഠത്തിൻ്റെയും ഇടുന്നുണ്ട്. കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഓക്കെ, ലൈക്കും ഷെയറും കമൻറ്റും ഹൈപ്പും ഒക്കെ അടിച്ചുതരാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.